السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. സഹോദരങ്ങളെ, നമുക്ക് ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ്. അതിന്റെ ഷർത്തുകളിൽ ചർച്ച ചെയ്തു വന്ന് 3 ദീർഘമായ ഫർള് വരെ പിന്തൽ അനുവദിക്കപ്പെടുന്ന ഉദുറുകളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. പക്ഷെ അവസാനം ഒരു മസ്അല പറഞ്ഞു വെച്ചതിന്റെ ഇടക്ക് നിർത്തുക നമ്മൾ ചെയ്ത്. അതായത് മസ്ബൂക്കായ ഒരു മൗമൂമ് അഥവാ മിതമായ നിലക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ താൻ തുടർന്നതിന് ശേഷം ഒരു ഫാത്തിഹ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം ഇമാമിന്റെ റുക്കൂഇന് മുമ്പ് ലഭിക്കാത്ത വ്യക്തിയാണ് മസ്ബൂക്ക്. അങ്ങനെയുള്ള ഒരു മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ഫാത്തിഹയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് കടമ. പക്ഷേ ഒരു വ്യക്തി അങ്ങനെ ഫാത്തിഹ തുടങ്ങുന്നതിന് പകരം വജ്ജത്ത് ഓതുകയോ അഊദ് ഓതുകയോ അതല്ലെങ്കിൽ ഇമാമിന്റെ സക്കത്ത പ്രതീക്ഷിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തു എങ്കിൽ ആ മസ്ബൂക്ക് താൻ സുന്നത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മിണ്ടാതെ നിന്ന് അത്രയും സമയം ഫാത്തിഹ ഓതുകയും എന്നിട്ട് റുക്കോയിൽ പോയി ഇമാമിന്റെ കൂടെ റുക്കോ കിട്ടുകയും ചെയ്താലേ റക്അത്ത് കിട്ടൂ. പക്ഷേ ഈ വ്യക്തിക്ക് 3 ഫർള്, ദീർഘമായ ഫർള് വരെ പിന്താൻ അനുവാദമുണ്ടോ എന്നതിനെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അതിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖാനി അഥവാ ഇമാം നവവി റഹ്മഹുല്ലാ തങ്ങളും ഇമാം റാഫി റഹ്മഹുല്ലാ തങ്ങളും, അവരാണ് ഷെയ്ഖാനി. അവര് രണ്ടുപേരുടെയും കൗലും അസ്ഹാബിൽപ്പെട്ട ഇമാം ബഗവി തങ്ങളുടെയൊക്കെ അഭിപ്രായം ഈ വ്യക്തിക്ക് ദീർഘമായ 3 ഫർള് വരെ പിന്താൻ അനുവാദമുണ്ട്. എന്നാൽ ഈ അഭിപ്രായത്തിനെതിരിൽ ഒരു സംഘം മുഹഖിഖീങ്ങൾ മുഅ്തമദാക്കുന്നത് ഈ മസ്ബൂക്ക് അയാൾ ചെയ്യേണ്ട നേരിട്ട് ഫാത്തിഹ ഓതലാവുന്ന ഫർളിനെ വിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ചെയ്യാൻ കൽപ്പനയില്ലാത്ത സുന്നത്തായ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സുന്നത്തായതല്ല, പൊതുവെ സുന്നത്തായി ഗണിക്കപ്പെടുന്ന വജ്ജത്ത് ഓതൽ, അഊദ് ഓതൽ അല്ലെങ്കിൽ ഇമാമിന്റെ സക്കത്തയെ പ്രതീക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് യഥാർത്ഥത്തിൽ അനധികൃതമാണ്. അയാൾക്കതിന് അവകാശമില്ല. അതുകൊണ്ട് ഈ വ്യക്തി 3 ദീർഘമായ ഫർള് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന മഅ്ദൂർ അല്ല. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. പറഞ്ഞു മൂന്നാമത്തെ ഒരു അഭിപ്രായം പറയും. ഈ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായമാണ് മദ്ഹബിൽ മുഅ്തമദ്. അത് മനസ്സിലാക്കുക. അഥവാ ഈ വ്യക്തി ഉദ്ർ അനുവദിക്കപ്പെടുന്ന ആളല്ല. കാരണം അയാൾ ചെയ്യേണ്ടിയിരുന്നത് നേരിട്ട് ഫാത്തിഹ തുടങ്ങുകയായിരുന്നു. അത് ചെയ്യാതെ അയാള് മറ്റു ചില കാര്യങ്ങളുമായി ഏർപ്പെട്ട് സമയം പാഴാക്കിയത് കൊണ്ട് ഈ 3 ഫർള് വരെ പിന്തുക എന്ന പ്രത്യേക ആനുകൂല്യം ഈ മസ്ബൂഖിന് ലഭ്യമല്ല. മറിച്ച്
അയാൾ താൻ ഉപയോഗപ്പെടുത്തിയ ഈ സമയം അത്ര ഫാത്തിഹ ഓതി ഇമാമിന്റെ കൂടെ റുക്കോയിൽ കിട്ടിയാൽ അയാൾക്ക് റക്അത്ത് കിട്ടും, ഇല്ലെങ്കിൽ ആ റക്അത്ത് കിട്ടില്ല. അപ്പൊ അയാൾക്ക് ദീർഘമായ 3 ഫർദ് വരെ പിന്താൻ അനുവാദമുള്ള ആള് അല്ല. ഈ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം അല്ലാതെ ഇനി മൂന്നാമതൊരു അഭിപ്രായം വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് ഓതിയെത്തും. ഇത് ഇന്നലെ പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ഇടക്കായത് കൊണ്ടാണ് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഇനി തുടർന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. കുറച്ച് മേലെന്ന് ഓതുന്നുണ്ട്, എന്നാലേ അതിന്റെ ഒരു ബന്ധം ശരിക്കും പൂർത്തിയാവുള്ളൂ. وجزم به شيخنا في شرح المنهاج وفتاواه ثم قال. ഷെയ്ഖുന പറയാണ്, മൻ അബ്ബറ ബിഉദ്രിഹി, ഇങ്ങനെ ഈ സുന്നത്തുമായും മറ്റും ഷോലായി സമയം നഷ്ടപ്പെടുത്തിയ ഈ മസ്ബൂക്കിന് ഉദ്റുണ്ട് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫഇബാറത്തുഹു മുഅവ്വല, ആ പറഞ്ഞ ഇബാറത്ത് അഥവാ അവർ പറഞ്ഞ ആ വാക്യം നേരർത്ഥത്തിനല്ല, അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. അതായത് 3 ഫർള് വരെ പിന്താൻ അനുവാദമുള്ള ഉദ്റുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് അയാൾ നിന്ന് ഫാത്തിഹ ഓതേണ്ടതാണ്. അങ്ങനെ ഫാത്തിഹ ഓതി കഴിയുമ്പോഴേക്ക് ഇമാമ് റുക്കോയ് കഴിഞ്ഞ് ഉയരുകയും അതുപോലെ തന്നെ ഇമാമ് ഇഅ്തിദാൽ അവസാനിപ്പിച്ച് സുജൂദിലേക്ക് കുനിയുന്നതിന്റെ മുമ്പ് അയാളുടെ ഫാത്തിഹ പൂർത്തിയാവുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാവില്ല എന്നാണ് ആ പറയുന്ന ഉദ്റ് എന്നതിനർത്ഥം. അതിന്റെ പിന്നെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. അതിനങ്ങനെയല്ല, ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മസ്ബൂക്ക് താൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി പിന്തി നിന്ന് ഇമാമ് സുജൂദിലേക്ക് കുനിയാനാവുന്നത് വരെ നിന്ന ബാത്തിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം ഇങ്ങനെ അബദ്ധവശാൽ സുന്നത്തുമായി ഷോലായ ഈ മസ്ബൂക്കിനെ ബാധിക്കില്ല, അയാളുടെ നിസ്കാരം ബാത്തിലാവൂല എന്നേ ആ പറഞ്ഞതിനർത്ഥുള്ളൂ. നിസ്കാരം ബാത്തിലാവൂല. സുന്നത്തുമായി ഷോലായ അത്രയും സമയം ഇയാൾ ഫാത്തിഹ ഓതിയപ്പോഴേക്ക് ഇമാമ് റുക്കോയ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഇഅ്തിദാലിൽ എത്തുക മാത്രമല്ല ഇഅ്തിദാൽ ചെയ്യാൻ പോകുന്നു, എന്നാൽ അയാളെ നിസ്കാരം ബാത്തിലാവൂല. വഅലൈഹി, ആ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തവീൽ ചെയ്തിട്ട് ഇയാൾ മഅ്ദൂർ അല്ല, അതാണല്ലോ ഇപ്പൊ രണ്ടാമത്തെ കൗല്. യഥാർത്ഥത്തിൽ ഇയാൾ 3 ഫർദ് വരെ പിന്താൻ അനുവദിക്കപ്പെടുന്ന മഅ്ദൂർ അല്ല എന്ന കൗലെടുത്താൽ ഇല്ലം യുദ്രിക്കിൽ ഇമാമ, അതാണ് മുഅ്തമദ്. ആ കൗലെടുത്താൽ ഇല്ലം യുദ്രിക്കിൽ ഇമാമ, ഈ മസ്ബൂഖ് ഇമാമിനെ എത്തിച്ചിട്ടില്ല എങ്കിൽ, എവിടെ ഫിർ റുകൂഇ, റുകൂഇൽ ഇമാമിനെ എത്തിച്ചില്ല. കാരണം ഇയാള് ഈ സുന്നത്തുമായി ഷോലായ അത്ര സമയം ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോഴേക്ക് ഇമാമ് റുകൂഇൽ നിന്നിട്ട് ഉയർന്നുപോയി എങ്കിൽ ഫാത്തത്തുഹു റക്അഹ്, അയാൾക്ക് റക്അത്ത് നഷ്ടപ്പെടും. അപ്പൊ സാധാരണ മസ്ബൂക്കിന്റെ വിധിയാണ് എന്നർത്ഥം. സാധാരണ ഒരു മസ്ബൂക്ക് ഇമാമ് റുക്കൂ പോകുമ്പോ കൂടെ റുക്കൂ പോണം. അഥവാ അങ്ങനെ ഇവന് റുക്കൂയിൽ എത്തി ഇമാമിന്റെ കൂടെ തുമനീനത്ത് കിട്ടിയില്ലെങ്കിൽ ആ റക്അത്ത് കിട്ടൂലെന്ന അതേ വിധി തന്നെയാണ് നേരത്തെ തുടർന്നെങ്കിലും സുന്നത്തുമായി ഷോലായത് കൊണ്ട് അയാള് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോകാൻ പാടില്ല. സുന്നത്തുമായി ഷോലായ അത്ര സമയം ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോഴേക്ക് ഇമാം റുക്കൂയിൽ നിന്നിട്ട് ഉയർന്നാൽ ഇയാൾക്ക് റക്അത്ത് കിട്ടൂല. അപ്പോൾ മസ്ബൂക്കിന് എന്തില്ല, ദീർഘമായ 3 ഫർദ് വരെ പിന്താൻ അനുവാദമില്ല. ഇതാണ് രണ്ടാമത്തെ കൗല്. അപ്പൊ പിന്നെ ഇയാൾ എന്താ ചെയ്യാൻ പാടില്ല, വലാർക്കോ, പിന്നെ അയാൾ റുക്കൂ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ആ റക്അത്ത് ഇയാൾക്ക് എണ്ണപ്പെടൂല എന്നേണ്ട. പിന്നെ റുക്കൂ പോകണ്ടെങ്കിൽ എന്തിനു വേണ്ടി പോന്ന്, ഇമാമിനോട് മുത്താബാത്താണോ? ഇല്ലല്ലോ, ഇമാമ് ഇഅ്തിദാലിലേക്ക് എത്തിയില്ലേ, പിന്നെ ഇയാൾക്ക് എണ്ണപ്പെടും, അതും ഇല്ലല്ലോ. ഒന്നിരിക്കൽ
ഇയാൾക്ക് എണ്ണപ്പെടണം, അതല്ലെങ്കിൽ ഇമാമിനോട് പിന്തുടരാൻ വേണ്ടി ആവണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് റുക്കൂ ചെയ്യാൻ പാടില്ല. അഥവാ മനഃപൂർവ്വം റുക്കൂ ചെയ്താലോ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇയാൾ റുക്കൂ ചെയ്യാൻ പാടില്ല എന്നില്ല നോക്കാൻ, ഈ മസ്ബൂക്ക് ഇമാമ് ഇയാൾ റുക്കൂലെത്തുന്നതിന് മുമ്പ് ഇമാമൻ റുക്കൂയിൽ നിന്നിട്ട് ഉയർന്നാൽ ലാ യുഹ്സബു ലഹു, ആ റുക്കൂ പിന്നെ അയാൾക്ക് എണ്ണപ്പെടൂല, കാരണം അറക്കായത്ത് കിട്ടൂല. അപ്പൊ അയാൾ റുക്കൂ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബൽ യുതാബിഉഹു, ഇമാമിനോട് ഇമാമ് ചെയ്യുന്ന പ്രവൃത്തിയിൽ തുടരുകയാണ് വേണ്ടത്. എന്താ അന്യ ഇമാമ് ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടാകുക? സുജൂദി, ഇമാമിന് സുജൂദിലേക്ക് കുനിയായ. കാരണം ഈ റുക്കൂയിൽ നിന്നിട്ട് ഇത്തിദാലിലേക്ക് വന്നു, അപ്പോഴാണ് ഇയാളുടെ മേൽ നിർബന്ധമായ അത്രയും ഭാഗം ഫാത്തിഹ ഓതി തീർത്ത്. എന്നാൽ അറക്കയത്ത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി റുക്കൂയിൽ പോകാൻ പാടില്ല. പിന്നെന്താ വേണ്ടത്? പിന്നെ ഇമാം സുജൂദ് പോകും, കൂട്ടത്ത് സുജൂദ് പോവുക. അപ്പൊ പിന്നെന്താ അവസാനം റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. വയില്ല. ഇനി അങ്ങനെയല്ല. എങ്ങനെയല്ല? ഇയാള് റുക്കൂക്കാട് പോയി, ഇയാൾ റുക്കൂ പോകാൻ പാടില്ല. മനുഷ്യ ഇമാം ഇപ്പോഴുള്ള ഇത്തിദാലിൽ ഇമാമിനോട് കൂടുകയും ഇമാമ് റുക്കൂ സുജൂദിലേക്ക് കുനിയുമ്പോൾ കൂടെ കുനിയുകയുമാണ് വേണ്ടത്. അതില്ലാതെ ഒരാൾ എന്തു ചെയ്തു? ഇയാളാണ് റുക്കൂക്ക് പോയി, ഫാത്തിഹ കഴിഞ്ഞല്ലോ, എന്നാ പിന്നെ റുക്കൂ പോവുക എന്നുള്ള ആൾക്ക് റുക്കൂക്കാട് പോയി, ആള് മസ്ബൂക്കാണ് ഞാനും, ഇമാമ് റുക്കൂവിൽ നിന്ന് കഴിഞ്ഞും ചെയ്തു. എന്നാൽ ബത്ലത്തു സ്വലാത്തുഹു, ആ മസ്ബൂഖിന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതെങ്ങനെ ബാത്തിലാല്? ഇൻ അരിമ, ഇങ്ങനെ റുക്കൂയിൽ പോകൽ ഹറാമാണ് എന്നറിഞ്ഞാൽ. എടോ വാവ് ഇല്ല, അവിടെ വാവ് കാണുന്നില്ല. വാവ് വേണമെന്നില്ല, ചിലപ്പോ വാവ് കൊടുക്കാറുണ്ട്. ഇനി മറ്റേലുണ്ടോന്ന് ഞാൻ നോക്കിയിട്ടുമില്ല. ചിലപ്പോ മറ്റേലുണ്ടോ ഉണ്ടെങ്കിലോ ഒന്ന് നോക്കിക്കള. നോക്കുമ്പോത്തിന് ഇപ്പൊ നോക്കി ചൊക്കിയാക്കിയെങ്കിലല്ലേ മറ്റൊരു ഇത് കണ്ടുകൂടി. നല്ല പറഞ്ഞേക്ക് കബിൽ കിതാബൊക്കെ കബില വഖ്തി മുത്താലാന്ന് പറഞ്ഞില്ലേ, അതിനിപ്പോ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടുള്ള കേടാ. വാവുണ്ട്. ഇല്ല ബത്ലത്തു സ്വലാത്തുഹു, വാവുണ്ടാലൂല്ലേ? ഇല്ലുണ്ട്, വാവുണ്ട്. അത് നമ്മളെ കിതാബിൽ ഇല്ലാതായതാ, പഴയ കിതാബിലുണ്ട്. അതിനാൽ അവിടെ ഒരു മായനക്കൊരു ചുർക്ക് കുറവുണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു വാവാണ്ട് എഴുതി കൊടുക്കുക. അതിനിപ്പോ വലിയ 10 സെന്റ് ഭൂമിന്റെ പൈസ ഒന്നും ആവില്ലല്ലോ. അവിടെ ഇപ്പൊ ഒരു വാവ എഴുതി കൊടുക്കാനേ 10 സെന്റ് ഭൂമി അങ്ങനെ പൈസ ഒന്നും ആവില്ല. നിങ്ങൾ അവിടെ വാവാണ്ട് എഴുതി കൊടുത്താൽ അതിന് വരുന്ന വരും. ഇല്ല ബത്ലത്തു സ്വലാത്തുഹു, അതായത് ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് കുനിയ അല്ലാതെ ഇയാൾ സ്വന്തമായിട്ട് റുക്കൂയിലേക്ക് പോയാൽ ബത്ലത്തു സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞ. എപ്പം? ഇന്നരിമ, ഇങ്ങനെ റുക്കൂ പോവാൻ പാടില്ല, അത് ഹറാമാണെന്ന് അറിയുകയും വതഅമ്മദ, എന്നിട്ട് ബോധപൂർവം പോവുകയും ചെയ്താലാണ് ബാത്തിലാവും എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ മാറ്റം ഒരു പക്ഷേ അറിയാതെ ആയിപ്പോയി റുക്കൂയിൽ പോയത്. ഇതൊന്നും അറിയാത്തൊരു സാധുവാണ്. അതല്ലെങ്കിൽ മനഃപൂർവ്വമല്ല, സ്വാഭാവികമായിട്ടുണ്ടല്ലോ, ഫാത്തിഹ കഴിഞ്ഞാലും റുക്കൂക്കാട് പോലെ അങ്ങനെയാണ് പോയിപ്പോയതാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാവില്ല, പക്ഷേ റക്അത്ത് എണ്ണപ്പെടൂല. ഇമാമു സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കണം. അത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ബാത്തിലാവും. ഇന്നലെ പറഞ്ഞേക്ക്, ഇന്നലെ ആരൂരിന്റെ ഇഷ്കാലിൽ പറഞ്ഞതുപോലെ തൽക്കാലം വിവരമില്ലാത്തതുകൊണ്ട് ബാത്തിലാവില്ല എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. റക്അത്ത് എന്തായാലും എണ്ണപ്പെടൂല. അപ്പൊ പിന്നെ ഇമാമു സലാം വീട്ടിയതിനു ശേഷം എന്ത് വേണം? ഒരു റക്അത്ത് നിസ്കരിക്കണം. അത് നിസ്കരിക്കാതെ സലാം വീട്ടിയാൽ അപ്പം ബാത്തിലാവും. ഇവിടെ റുക്കൂ പോയത് കൊണ്ടല്ല ബാത്തിലായത്, മറിച്ച് താൻ നിസ്കാരം പൂർത്തിയായിട്ടില്ല, ഒരു റക്അത്ത് കൂടി ബാക്കിയിരിക്കെ സലാം വീട്ടി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകാ ചെയ്യാം. മനസ്സിലായില്ല? സുമ്മക്കാല, ഇത്രയും പറഞ്ഞതിന് ശേഷം ഷെയ്ഖുന പറയാണ്. ഇതൊക്കെ രണ്ടാമത്തെ കൗലിന്റെ ബാക്കി പത്രങ്ങളാ. വല്ലദീ യത്തജിഹു, ഇവിടെ ഈ മസ്ബൂഖിന്റെ മസ്അലയിൽ മുഅ്തമദായി വരുന്ന വജ്ഹ് അന്നഹു യതഖല്ലഫു, അയാൾ പിന്തി നിൽക്കണം. എന്തിനു വേണ്ടി? ലിഖിറാഅത്തി മാ ലസിമഹു, തന്റെ മേൽ നിർബന്ധമായ അത്രയും ഭാഗം ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി എന്തു വേണം? അയാൾ പിന്തി നിൽക്കണം. അത് ഏതുവരെ പിന്തി നിൽക്കാം? ഹത്ത
ഹത്താ യുരീദൽ ഇമാമു അൽ ഹുവിയ ലിസ്സുജൂദി. ഇമാമു റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് കുനിയുന്നത് വരെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കാം. തന്റെ മേൽ ആവശ്യമായ ഖദർ ഓതി തീർക്കാൻ വേണ്ട സമയം എടുക്കുക. അതൊക്കെ എപ്പോഴാന്ന് വെച്ചാല് ഇമാമ് വളരെ സ്പീഡിൽ പോവുകയും മഅ്മൂമ് വളരെ സാവകാശം ഓതുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അതൊക്കെ വരുള്ളൂ. മറ്റേപ്പോ വജ്ജത്ത് ഓതിയാൽ തന്നെയും ഒരു ഫാത്തിഹന്റെ അത്രയൊന്നും വരൂലല്ലോ. ഇനി അതല്ലെങ്കിൽ അഊദ് മാത്രം ഓതിയിട്ടുള്ളെങ്കിലോ ഒരായത്ത് ഓതുന്ന സമയമല്ലേ വേണ്ടത്. ഇനി അങ്ങനെ ഒരാൾ വന്നു നോക്കുക. എന്നാൽ ഇമാമ് സുജൂദിന് വേണ്ടി കുനിയുന്നത് വരെ താൻ നഷ്ടപ്പെടുത്തിയ സമയത്തിന് പകരമായി ഓതുക. എന്നിട്ടോ ഫൈൻ കമുല, ഇമാമു സുജൂദിലേക്ക് കുനിയുമ്പോഴേക്ക് ഇയാൾ ഓതി തീർക്കേണ്ട അത്ര ഭാഗം ഓതി പൂർത്തിയായാൽ വാഫഖഹു, ഇമാമിനോട് ഈ മസ്ബൂഖ് ചേരണം. ഫീഹി, ആ കുനിച്ചിൽ, സുജൂദിലേക്കുള്ള കുനിച്ചിൽ ഇമാമിനോട് കൂടെ ചേരുക. എന്നാലും വരായർക്കാവൂ റുക്കൂയിൽ പോകാൻ പാടില്ല, റക്കഅത്ത് പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലായില്ല? അതായത് ഇയാള് സുന്നത്തുമായി ഷോറായിട്ട് നഷ്ടപ്പെട്ട അത്ര സമയം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇമാമ് റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാല് കഴിഞ്ഞ് സുജൂദിലേക്ക് കുനിയുന്നതിന് മുമ്പ് ഇയാൾ ഓതേണ്ട ഖദർ പൂർത്തിയാക്കി. എന്നാ റുക്കൂ പോകാൻ എന്തായാലും പാടില്ല. കാരണം ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മഅ്മൂം റുക്കൂയിൽ പോകാൻ പാടില്ല, മസ്ബൂഖായതുകൊണ്ട്. പിന്നെന്താക്കുക, ഇയാള് ഓതേണ്ട ഖദർ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇമാമ് സുജൂദിലേക്ക് പോകുമ്പോൾ കൂടെ സുജൂദിലേക്ക് പോവുക, റുക്കൂ ചെയ്യാൻ പാടില്ല. അപ്പോഴെന്താ, ഒരു റക്അത്ത് നഷ്ടപ്പെടും, അവസാനം ഒരു റക്അത്ത് നിസ്കരിക്കണം. വയില്ല, ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ രണ്ട് രീതി വരും. എന്ന് ഇത്രയും സമയം ഓതിയില്ല, അല്ലെങ്കിൽ ഓതി കഴിഞ്ഞു ഇയാൾ റുക്കൂക്ക് പോയി, രണ്ടായാലും ബത്തലത്തു സ്വലാത്തുഹു, ഈ മസ്ബൂഖ് നിസ്കാരം ബാത്തിലാവും. മനസ്സിലായില്ലേ? ഇയാളുടെ മേൽ വുജൂബായ ഖദർ ഓതി പൂർത്തിയാക്കാതെ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ സുജൂദിലേക്ക് കുനിഞ്ഞാലും നിസ്കാരം ബാത്തിലാവും. ഇയാളുടെ മേൽ നിർബന്ധമായ ഖദർ ഓതി കഴിഞ്ഞു, പക്ഷേ ഇമാമ് ഇഅ്തിദാലിലായ സമയത്ത് ഈ മസ്ബൂഖായ മഅ്മൂം റുക്കൂയിലേക്ക് കുനിഞ്ഞാലും ബാത്തിലാവും, രണ്ടായാലും ബാത്തിലാവും. അത് എപ്പോഴാ ബാത്തിലാകുക? ഇന്നലിമ, ഈ മസ്ബൂഖിന് അറിയാം, അതായത് ഈ ഫാത്തിഹ ഓതാൽ നിർബന്ധമായ ഖദർ ഓതാതെ കുനിയാൻ പാടില്ല എന്നും അറിയാം. അതല്ലെങ്കിൽ ഓതിക്കഴിഞ്ഞാൽ ഇമാമ് റുക്കൂയിൽ നിന്ന് കഴിഞ്ഞത് കൊണ്ട് ഇനി റുക്കൂയിൽ പോകാൻ പാടില്ല എന്നും അറിയാം. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് റുക്കൂയിൽ പോവുകയോ അല്ലെങ്കിൽ ഈ ഫർളായ ഖദർ പൂർത്തിയാക്കാതെ ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് കുനിയുകയോ ചെയ്താൽ അഹമ്മദായി മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇല്ല ഞാൻ അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഇമാമ് സുജൂദിലേക്ക് കുനിയാൻ പോകുമ്പോഴും ഈ മസ്ബൂഖ് തനിക്ക് നിർബന്ധമായ ഖദർ ഫാത്തിഹ ഓതി തീർന്നിട്ടില്ല. ഓരോ ഇല്ലക്കും മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലേ? അതായത് ഇമാമ് ഈ മസ്ബൂഖ് എന്ത് വേണം, ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തി നിൽക്കണം. അങ്ങനെ ഇമാമ് റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലും കഴിഞ്ഞ് സുജൂദിലേക്ക് കുനിയാനാവുമ്പോഴും ഇയാളുടെ മേൽ ഫർളായ ഖദർ ഓതി തീർന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ അയാൾ ചെയ്യേണ്ടത് ഫാറഖഹു ബിന്നിയ്യത്തി, ഇമാമിനോട് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് വിട്ടുപിരിയൽ വുജൂബാണ്. ആ ഒറ്റ വഴിയപ്പോ അയാളെ മുന്നിലുള്ളൂ. അതായത് ഇമാമ് ഇയാൾ സുന്നത്ത് ഷോലായ സമയം ഫാത്തിഹ ഓതണം. അത് ഓതിക്കഴിഞ്ഞതിന്റെ മുമ്പായി ഇമാമിന്റെ റുക്കൂവും കഴിഞ്ഞു, ഇഅ്തിദാലും കഴിഞ്ഞു, സുജൂദിലേക്ക് കുനിയാണ്. എന്നാൽ പിന്നെ അയാളുടെ മുന്നിലുള്ള ഒറ്റൊരു വാതില് ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് താൻ ഒറ്റക്ക് നിസ്കരിക്കുക. അപ്പൊ ഫർളായ ബാക്കി ഭാഗം ഓതി തീർത്ത് റുക്കൂ ചെയ്ത് ഇഅ്തിദാൽ ചെയ്ത് സ്വന്തം അങ്ങനെ നിസ്കരിച്ചാൽ മതി. അതല്ലാതെ ഈ ഖദർ പൂർത്തിയാക്കാതെ ഇമാമിന്റെ കൂടെ റുക്കൂയിലേക്ക് പോയാലും നിസ്കാരം ബാത്തിലാകും. ഇമാമിന്റെ കൂടെ റുക്കൂയിൽ സുജൂദിക്ക് പോകാതെ അവിടെ ബാക്കി നിന്ന് ഓതിയാലും നിസ്കാരം ബാത്തിലാകും. പൂർത്തിയാക്കാതെ ഇമാമിന്റെ കൂടെ സുജൂദിന് കുനിഞ്ഞാലും ബാത്തിലാവും. ഇമാമ് സുജൂദിലേക്ക് കുനിഞ്ഞാട്ടും പൂർത്തിയായിട്ടില്ലെങ്കിൽ ഇനി അവിടെ നിന്ന് ഓതലും നിസ്കാരം ബാത്തിലാവും. അപ്പൊ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ ഫർളായ ഖദർ ഓതുന്നതിന് മുമ്പ് ഇമാമ് സുജൂദിലേക്ക് കുനിയാണെങ്കിൽ വേഗം ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് ഒറ്റക്ക് നിസ്കരിക്കുക. അതല്ലാതെ വേറൊരു വഴിയും ഈ സാഹചര്യത്തിൽ ഉണ്ടാവില്ല. ഇനി കാല ശൈഖുന
ഇതിപ്പോ രണ്ടാമത്തെ കൗല അതുവരെ പറഞ്ഞു. അതിനെ തുടർന്നിട്ട് കാല ശൈഖുന ഫീ ശറഹിൽ ഇർശാദ്, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ശറഹുൽ ഇർശാദിൽ പറയുന്നു, വൽ അഖറബു ലിൽ മൻഖൂലി, മദ്ഹബിൽ നഖ്ൽ ചെയ്യപ്പെട്ട കൗലിനോട് യോജിപ്പ് അല്ലവലു, 3 ഫർദ് വരെ പിന്താം എന്ന ഒന്നാമത്തെ അഭിപ്രായമാണ്. പക്ഷേ അതല്ല മുഅ്തമദ്. വഅലൈഹി അക്സറുൽ മുതഅഖിരീൻ, മുതഅഖിരീങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളും ആ അഭിപ്രായം പിന്തുണക്കുന്നവരാണ്. അപ്പൊ അതിനൊരു ചെറിയ കുവ്വത്തുണ്ട് എന്ന്, മുഅ്തമദ് അതാണ് എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്, അതിന് കുറച്ചൊരു കുവ്വത്തുണ്ട് എന്നേ വരുള്ളൂ. ഇനി അമ്മായിതാറക്ക അത് നേരത്തെ പറഞ്ഞു കൊടുത്തൊക്കെ തന്നെ ഈ മസ്ബൂക്ക് റുക്കൂക്കാട് പോയാലോ ബിദൂനി ഖിറാഅത്തി ഖദ്രിയ, ഈ സുന്നത്തായ ഖദ്ർ സുന്നത്തിന് ഉപയോഗിച്ച സമയം ഉണ്ടല്ലോ, അത്രയും സമയം ഫാത്തിഹ ഓതാതെ ഇമാം റുക്കൂക്ക് പോകുന്ന കൂട്ടത്തിൽ ഇയാളും അങ്ങോട്ട് റുക്കൂയിൽ പോയാലോ എന്ന് പറഞ്ഞാൽ മസ്ബൂക്ക് തക്ബീർ കിട്ടിയ ഉടനെ ഫാത്തിഹ ഓതി ഇനി വേണ്ടത്. ആ സ്ഥാനത്ത് ഇയാൾ വജ്ജത്ത് ഓതി അല്ലെങ്കിൽ അഊദ് ഓതി അല്ലെങ്കിൽ ഇമാമിന്റെ സക്തയെ കാത്തുന്നു, അപ്പോ കഥ ഇമാമ് റുക്കൂക്ക് പോകുന്നു. അപ്പൊ ഇയാൾ ഈ ഉപയോഗപ്പെടുത്തിയ ഇത്രയും സമയം, ഈ ഉപയോഗപ്പെടുത്തിയ അത്രയും സമയം അവലുമരെ അലഹി എന്ന് പറഞ്ഞാണ് പിന്നെ ഒരു അവലയും എന്താ വേറെ ആ അർത്ഥം വെക്കുമ്പോ കേട്ടിലെ ആലൂരെ ഈ അവലുമരാണ് അക്സറുൽ മുതഅഖിരീൻ. അവല് എന്ന് പറഞ്ഞാൽ ഷെയ്ഖാനി പറഞ്ഞതും ബഹവി ഇമാമ് പറഞ്ഞതുമാണ് ഈ അവല് എന്ന് പറയുന്നത്. ആ അവലാണ് മുതഅഖിരീങ്ങളിൽപ്പെട്ട പലരും ആ അവലിനെയാണ് പിന്തുണച്ചത് എന്ന്. എന്താണ് അതൊക്കെ റമീറൊക്കെ മടക്കുമ്പോ അപ്പം നോക്കേണ്ട ആരുമില്ല. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ നടക്കണോ? അല്ല ഞാൻ മനസ്സിലായിട്ടെനിക്ക് ചോദിക്കണതിന് കേടുമില്ല, പക്ഷെ പറയുമ്പോ തന്നെ നോക്കിയാല് പിന്നെ രണ്ടാമത് പറയാൻ നിൽക്കണ്ട. ഇനി എന്തായാലും ഇയാൾ എഴുതുറുണ്ട് എന്ന് പറഞ്ഞാലും അത് ഇനി പറയുന്നത് ഇനി കൺഫ്യൂഷൻ ആണ്ട. എഴുതുറുണ്ട് എന്ന് പറഞ്ഞാലും എഴുതുറില്ല എന്ന് പറഞ്ഞാലും സുന്നത്തുമായി ഷോലായ സമയം അയാൾ എന്ത് വേണം? ഫാത്തിഹ ഓതണം, അതല്ലാതെ വേറെ മാർക്കില്ല. അതാ ഞാൻ പറയണം. അമ്മാ ഇതാറക്ക, ഈ സുന്നത്തുമായി ഷോലായ സമയം നഷ്ടപ്പെടുത്തിയ മസ്ബൂക്ക് റുക്കൂക്ക് പോയി. എങ്ങനെ റുക്കൂക്ക് പോയി? ബിദൂനി ഖിറാഅത്തി ഖദ്രിഹ, ആ സുന്നത്തുമായിട്ട് ഷോലായ സമയത്തിന്റെ അത്ര സമയം ഓതാതെ ഇമാം റുക്കൂക്ക് പോയപ്പോ കൂട്ടത്തിലാണ്ട് റുക്കൂ പോയാലോ ഫതബ്തുലു സലാത്തുഹു, അയാൾക്കാരാണ് ഒത്തിരോ. കാരണം എന്താ? അയാള് സുന്നത്തായോണ്ട് ഷോലായ അത്ര സമയം ഫാത്തിഹ ഓതി തീർക്കൽ ഉജൂബായിരുന്നു. ആ ഉജൂബിനെ വിട്ട് ഇയാള് റുക്കൂയിൽ പോയത് കൊണ്ട് അയാളുടെ നിസ്കാരം പത്തിലാവും. അത് 2 കൗലനുസരിച്ചും വേണം. ആ ഖദ്ർ ഓതൽ 2 കൗലനുസരിച്ചും വേണം. ഇനി ഒരു 3-ാം കൗല് വരുന്നുണ്ട് ഓതണ്ടെന്ന് അറിയണേ. ഇപ്പൊ ഈ 1-ാം കൗലനുസരിച്ചും അയാളുടെ മേൽ ഫർദായ ഖദ്ർ ഓതിയതിനു ശേഷം തന്നെ ഇയാൾക്ക് പോരാൻ പറ്റുള്ളൂ. 2-ാമത്തെ വജഹനുസരിച്ചും ഇയാൾ സുന്നത്തുമായ ഷോലായ സമയം ഫാത്തിഹ ഓതിയൽ നിർബന്ധം തന്നെ. മനസ്സിലായി? പിന്നെ വ്യത്യാസം എന്താ? 1-ാം കൗലനുസരിച്ച് അയാൾക്ക് ദീർഘമായ 3 ഫർദ് വരെ പിന്താൻ അനുവാദമുണ്ട്. അങ്ങനെ പിന്തി വന്നാൽ അയാൾക്ക് റുക്കൂയിൽ റക്അത്ത് കിട്ടും. 2-ാമത് പറഞ്ഞനുസരിച്ച് ഉദ്റില്ല, പക്ഷെ അത്ര സമയം ഓതണം. ഓതിയിട്ട് വേഗം റുക്കൂയിൽ ഇമാമിന്റെ കൂടെ എത്തിക്കിട്ടിയ റക്അത്ത് കിട്ടും, ഇല്ലെങ്കിൽ റക്അത്ത് കിട്ടൂല. എന്നിട്ട് ഇമാമ് സുജൂദിലേക്ക് കുനിയുന്നതിന് മുമ്പ് അയാൾ ഓതേണ്ട ഖദ്ർ പൂർത്തിയാക്കിയാൽ റക്അത്ത് കഷ്ടപ്പെട്ടെങ്കിലും ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയാൽ മതി. അതിന്റെ ഇടയ്ക്ക് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇമാമിനെ വിട്ടുപിരിയ. ഓതാതെ പോയാലോ നിസ്കാരം ബാത്തിലാവുന്ന. ഇനി 3-ാമത്തെ വജ്ജ പറയുന്നേട്ടാ, ഒരുപാട് കൂടിക്കൊയ്യേണ്ട, കുറച്ചൊരു പ്രയാസമുള്ള ഒരു പവിമാവ് പറഞ്ഞതുമായ 1-ാമത്തെ വജ്ജ അനുസരിച്ച് 3 ദീർഘമായ ഫർദ് വരെ പിന്താൻ എതിറുണ്ട്. അപ്പൊ മസ്ബൂക്ക് ആണെങ്കിൽ പോലും മുവാഫിഖിന്റെ വിധിയാണ് ഇയാൾക്ക് എന്നാ വരിക. 2-ാമത് മുഅ്തമദായ കൗലനുസരിച്ച് പറഞ്ഞത് ഇല്ല, അയാള് റുക്കൂയിൽ ഇമാമിന്റെ കൂടെ കിട്ടുകയും താൻ സുന്നത്തുമായി ഷോലായി നഷ്ടപ്പെടുത്തിയ അത്ര സമയം ഫാത്തിഹ ഓതുകയും ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് റക്അത്ത് കിട്ടുകയുള്ളൂ. റുക്കൂയിൽ ഇമാമിന്റെ കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാളുടെ മേൽ ഫർദായ ഖദ്ർ ഓതാൻ വേണ്ടിയിട്ട് ഇമാമ് സുജൂദിലേക്ക് കുനിയുന്നത് വരെ ഓതാം. അപ്പോഴേക്ക് കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ സുജൂദ് പോകാൻ റക്അത്ത് നഷ്ടപ്പെടും. അപ്പോഴും ആ ഖദ്ർ ഓതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്യൽ വുജൂബാണല്ല, ഞാൻ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞു. ഇനി 3-ാമത്തെ ഒരു കൗല പറയുന്നത്, അത് എളുപ്പമുള്ള കൗല, മുഅ്തമദല്ലെങ്കിലും. വഫീ ശറഹിൽ മിൻഹാജി ലഹു,
ഷെയ്ഖുനാന്റെ ശറഹുൽ മിന്നാജ് എന്ന തുഹഫയിലുണ്ട്. അൻ മുഅ്ളമിൽ അസ്ഹാബി, ഷാഫി മദ്ഹബിലെ മുഅ്ളമുൽ അസ്ഹാബിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു വജ്ഹ് എന്താണ്? അന്നഹു, ഇങ്ങനെ സുന്നത്തുമായി ശുഹദായ ഈ മസ്ബൂഖ് യർകഉ, ഇമാം റുക്കൂഅ് പോകുമ്പോൾ കൂട്ടത്തിലാണ് റുക്കൂഅ് പോയാ മതി. നല്ല സുഖമുള്ള ഖൗലായിപ്പോയി. അങ്ങനെയല്ല, വയസ്ഖുതു അൻഹു, ആ മസ്ബൂഖിനെ തൊട്ട് ഒഴിവായി കിട്ടും. ബഖിയത്തുൽ ഫാത്തിഹത്തി, ബാക്കിയുള്ള ഫാത്തിഹ ഇനി ഓതാൻ നിൽക്കണ്ട, റകഅത്ത് പോവില്ല. അപ്പൊ സാധാരണ മസ്ബൂഖിന്റെ ഹുക്മാണ്. സംഗതി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ മസ്ബൂഖാണെങ്കിൽ വജ്ജത്തു, അഊദു പോലെയുള്ള സുന്നത്തുകളുമായി ഒന്നും ഷോലാവുകയോ ഇമാമിനെ ഇന്തിളാർ ചെയ്തിരിക്കുകയോ ഒന്നും ചെയ്യാതെ നേരെ ഫാത്തിഹ തുടങ്ങിയായിരുന്നു വേണ്ടത്. പക്ഷെ ഒരാള് മറിച്ച് സുന്നത്തുമായി ഷോലായി പോയി. എന്നിട്ട് ഇയാൾ ഫാത്തിഹ ഓതിത്തീരുന്നതിന് മുമ്പ് ഇമാം റുക്കോയിൽ പോയാൽ വേഗം ഇമാമിന്റെ കൂടെ റുക്കോയിൽ പോയാൽ മതി, ഫാത്തിഹ ഇമാമ് ചുമന്നുകൊള്ളും, റകഅത്ത് കിട്ടും എന്നതാണ് മുഅ്ളമുൽ അസ്ഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന മൂന്നാമത്തെ വജ്ഹ്. വഖ്തീറ, ഈ മൂന്നാമത്തെ അഭിപ്രായത്തെ മുഖ്താറാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്താറാക്കപ്പെട്ടത് കൊണ്ട് മദ്ഹബ് മറ്റൊരാവില്ല. ബൽ മാത്രമല്ല, മുഖ്താറാക്കപ്പെടുക മാത്രമല്ല, റജ്ജഹു ജമ്മു മുതാഖിറൂൻ, പിൻഗാമികളായ ഒരു സംഘം ഇമാമിങ്ങൾ ഈ മൂന്നാമത്തെ അഭിപ്രായത്തെ മുഅ്തമദാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതിന് തർജീഹ് ചെയ്യാന്ന് പറഞ്ഞാ. അപ്പോ സാധാരണ മസ്ബൂഖിനെ പോലെയാണ്, സുന്നത്തായി ഷോലായിട്ട് കുറച്ച് സമയം നഷ്ടപ്പെടുത്തിയെങ്കിലും അത് പ്രശ്നാക്കണ്ട. ഇമാമ് സുജൂദ് റുക്കൂക്ക് കുരിയുമ്പോ ഇയാളും കൂടെ റുക്കൂൽ പോയാൽ മതി, ബാക്കിയുള്ള ഫാത്തിഹ ഇമാമ് ചുമന്നുകൊള്ളും. വാതാലു, ഈ മുതഅഖിരീങ്ങളായ സംഘം ഉലമാക്കൾ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട് ഫിൽ ഇസ്തിദ്ലാലി ലഹു, ഈ പറയുന്ന മസ്അലയ്ക്ക് ദലീൽ പിടിച്ചുകൊണ്ട്. അതായത് സുന്നത്തോണ്ട് ഷോലായാലും പ്രശ്നാക്കണ്ട, അങ്ങോട്ട് റുക്കൂൽ പോയാൽ മതി, ഫാത്തിഹ ഇമാമ് ചുമന്നുകൊള്ളും എന്ന അഭിപ്രായത്തിന് ദീർഘമായി അവർ തെളിവുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെയും കൂടി പറഞ്ഞു, അന്ന കലാമ ശൈഖൈനി, ബഹുമാനപ്പെട്ട നബി ഇമാമ് തങ്ങളുടെയും റാഫി ഇമാമ് തങ്ങളുടെയും കലാമും യഖ്തളീഹി, ഈ അഭിപ്രായത്തെയാണ് പിന്തുണക്കുന്നത്. എന്നാൽ ഷെയ്ഖാനിന്റെ കലാമിന്റെയും താല്പര്യം അത് തന്നെ. മസ്ബൂഖിന് എതിറുണ്ട് എന്ന് പറഞ്ഞാൽ 3 ഫർദ് വരെ പിന്തി നിൽക്കണം എന്ന അർത്ഥത്തിനല്ല, മറിച്ച് അയാള് ഫാത്തിഹ ഇമാമ് ചുമന്നോളും, ഇമാമിന്റെ കൂടെ റുക്കൂ പോയാൽ മതി എന്ന അർത്ഥമാണ്. ഈ ഖൗലെടുത്ത സലാബത്തായി. മനസ്സിലായില്ലേ? കുറച്ച് റൈഫ് ആണെങ്കിലും ആരൂരെ കുടുങ്ങിയ ഒരാൾ വന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഫത്വ ചെയ്യാൻ പറ്റൂല എന്നുള്ളൂ. ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി, കുടുങ്ങി, എന്താ ഞാൻ കാട്ടുന്നതെന്ന് ചോദിച്ചാണ്ട് ബേജാറായി വരുമ്പം ഇനി മേലിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ കൗല് വെച്ചിട്ട് സംഭവിച്ചു പോയതിന് പ്രശ്നമില്ല എന്ന് പറയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൂല, അയാളോട് അപ്പൊ തന്നെ പറയണം, ഇത് തെല്ലാൻ പാടില്ല, നിങ്ങൾ ചെയ്ത് ഭയങ്കര തെറ്റായി പോയി, മേലിൽ അത് ആവർത്തിക്കരുത്. അങ്ങനെ ഒരു അഭിപ്രായം ചില ഇമാമിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം മടക്കി നിസ്കരിച്ചോളം നിർബന്ധമില്ല, പക്ഷെ മേലിൽ അത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഫത്വ ചെയ്യാൻ മദ്ഹബിന്റെ പേരിൽ ഈ മൂന്നാമത്തെ ഖൗലിന് പറ്റൂല. ഇങ്ങനെ 3 ഖൗലാണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ മസ്ബൂഖായിരുന്ന ഒരു വ്യക്തി സുന്നത്തുമായി ഷോലാവുകയോ സുക്കൂത്താവുകയോ ചെയ്തുകൊണ്ട് സമയം പാഴാക്കി ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റാതെ വന്നാൽ അയാളെ സംബന്ധിച്ച് മുഅ്തമദനുസരിച്ച് അയാൾ സാധാരണ മസ്ബൂഖ് നോക്കുമാണ്. ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയെങ്കിൽ തന്നെ എന്ത് പറ്റുള്ളൂ, റകഅത്ത് കിട്ടുള്ളൂ. എന്നാൽ കുനിയുന്നത് വരെ, സുജൂദിലേക്ക് കുനിയുന്നത് വരെ അവിടെ നിന്ന് ഓതൽ നിർബന്ധമാണ്. അതുവരെ എത്തിയിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിട്ടുപിരിയണം. അപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ പോകാൻ പിന്നെ റകഅത്ത് നിസ്കരിക്കണം എന്ന മുഅ്തമദും ഷെയ്ഖാനിന്റെ കലാമനുസരിച്ച് 3 ദീർഘമായ ഫർദ് വരെ പിന്തി നിന്നുകൊണ്ട് ചെയ്യണം എന്ന കൗലും ഈ അവസാനം പറഞ്ഞ മുഹമ്മദുൽ അസാബിനെ തൊട്ട് ഉദ്ധരിച്ച കൗലനുസരിച്ച് സാധാരണ മസ്ബൂഖിനെ പോലെയാണ്. ഫാത്തിഹ ഇമാമ് ചുമന്നോളും, ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്താൽ മതി, റകഅത്ത് കിട്ടും എന്ന അഭിപ്രായം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്താലാണ്. ഈ ചെയ്യുന്ന ആളുകളൊന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പോഴോന്നാ അതാ പറയുന്നത്. അമ്മ ഇതാ ജഹില, ഒരു മസ്ബൂഖിന് അറിവില്ലാതെന്നാൽ എന്തറിഞ്ഞില്ല, അന്ന വാജിബഹു, തന്റെ മേൽ നിർബന്ധമായ കാര്യം
ദാലിക അങ്ങനെ ഫാത്തിഹ ഓതലാണെന്ന് ഓന് തിരിയില്ല. ഓ എന്നും പഠിച്ചു വെച്ച എന്തേ ഉള്ളൂ, പണ്ട് 3ാം ക്ലാസ്സിൽ നിന്ന് തഹസീലായി പോകുന്ന ആളേക്കാരൂരെ, 3ാം ക്ലാസ്സിൽ നിന്ന് തഹസീലിട്ടി പോകുന്നതാണ്. അതിനുള്ളൊരു ഇൽമൊക്കെ ഉണ്ട്. അങ്ങനെ തക്ബീർ കെട്ടിയ എന്തായാലും വജ്ജത്ത് ഓതണം, വജ്ജത്ത് ഓതിയിട്ട് അഊദു ചെല്ലണം, എന്നിട്ട് ഫാത്തിഹ ഓതണം എന്നൊക്കെ അയാള് പഠിച്ചിട്ടുള്ളൂ. ഇമാമിന്റെ പിന്നുന്നത് ഓതാൻ സമയം കിട്ടുന്ന സാഹചര്യത്തിലേ ഓതാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഓതാൻ പാടില്ല എന്ന അങ്ങനെ ഞങ്ങളെ ഫത്വയിൽമേനൊന്നും ഓതിയ ആളല്ല. ആളൊരു 3ാം ക്ലാസ് തഹസീൽക്കാരനാണ്. അങ്ങനെ ഈ സാധു അറിയാത്തതിന്റെ പേരിൽ ബന്ന് അല്ലാഹു അക്ബർ കെട്ടി വജ്ജത്തു വജിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള എന്നങ്ങനെ ചെല്ലിപ്പോന്ന് വഅന മിനൽ മുസ്ലിമീൻ എത്തിയപ്പോത്തിന് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ അയാളൊരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം എന്താ, തക്ബീർ കിട്ടിയത് വജ്ജത്താണ് ഓതേണ്ടതെന്ന് പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചതാ, അത് അയാൾക്ക് അറിയാം. അത് എപ്പോഴാണെന്നൊന്നും അയാൾക്ക് അറിയില്ല. അങ്ങനെ ഇയാൾ ഓതിയതാ, വജ്ജത്ത് ഓതിയതാ. അപ്പോ ഇമാമ് റുക്കൂക്ക് പോയി. ഇന്നാലോ അവിടെ നിന്ന് ബാക്കി ഫാത്തിഹയാണ് ഓതിയാ മതി. അങ്ങനെ വരുമ്പോൾ ഈ മസ്ബൂക്ക് ബിതഖല്ലുഫിഹി അയാള് പിന്തി നിൽക്കൽ കൊണ്ട് നിങ്ങളതിൽ വാഴുണ്ടോ, ഭാഗ്യം വായിട്ടുള്ളൂ, അടിയന്തരായിട്ടിട്ടുള്ളൂ. ആണ്ടോ ഫൗവ ബിതഖല്ലുഫിഹി ലിമാ ലസിമഹു. അരൂരെ ഒരു ബാഗ് സൂക്കിന്റെ അടുത്തായാല് ചില്ലറ വാങ്ങാൻ കിട്ടണോടത്തായാലേ ഓരോന്ന് വാങ്ങിക്കൊണ്ടിരിക, അവിടെ ചേർത്തി കൊടുക്കുക, അപ്പാട് നന്നാവും. ബിതഖല്ലുഫിഹി അയാള് പിന്തി നിൽക്കൽ കൊണ്ട് എന്തിനു വേണ്ടി പിന്തുന്നു, ലിമാ ലസിമഹു തന്റെ മേൽ വുജൂബായതായ ഈ ബാക്കി ഭാഗം ഫാത്തിഹ ഓതാൻ വേണ്ടി പിന്തിയ അതുകൊണ്ട് മുത്തഖല്ലിഫും ബിഉദ്രിൻ അയാൾക്ക് ഉദ്റുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. അറിയാതെയാണ് സംഭവിച്ചു പോയത്. അതായത് തക്ബീർ കെട്ടിയ ഉടനെ ഫാത്തിഹാണ് ഓതേണ്ടത് എന്നറിയാതെ സാധാരണ പോലെ വജ്ജത്താണ് ഓതേണ്ടതെന്ന് മനസ്സിലാക്കി അറിയാത്തതിന്റെ പേരിൽ വജ്ജത്ത് ഓതിപ്പോയാൽ പിന്നെ അവിടെ നിന്ന് ഫാത്തിഹ ഓതിയാ മതി, അയാൾക്ക് ഉദ്റുണ്ട്. ഖാലഹുൽ ഖാദി, ഇമാം ഖാദി ഹുസൈൻ തങ്ങൾ പറയുന്നു അവിടെ അയാൾക്ക് ഉദ്റുണ്ട്. കണ്ടോ, അതെ, ബിതഖല്ലുഫിഹി ഒരു ബാഗ് വേണം, എന്നാലേ അതിനെ ചെയ്യാവുള്ളൂ. ബിൽ മസ്ബൂഖ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ മസ്ബൂഖ് സുന്നത്തുമായിട്ട് ഷോലായി എന്നാലാണ് ഇപ്പൊ ഈ 3 കൗലും ഈ ഇടങ്ങേറും ഒക്കെ. അപ്പൊ മസ്ബൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടാൽ മുവാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ പറഞ്ഞു. മുവാഫിഖ് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ ഇമാം റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പായി ഫാത്തിഹ ഓതി തീർക്കാൻ ആവശ്യമായ സമയം എത്രയോ അത്ര സമയം ഇമാമിന്റെ നൃത്തത്തിൽ നിന്നും കിട്ടിയ മഅ്മൂമിനാണ് മുവാഫിഖ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് കിട്ടാത്തവനാണ് മസ്ബൂഖ്. അപ്പൊ താൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ മിതമായ നിരക്ക് ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഇമാമിന്റെ റുക്കൂവിന്റെ മുമ്പ് ഒരു ഫാത്തിഹ ഓതി തീർക്കാൻ സമയമുണ്ട്. അങ്ങനെയുള്ള ഒരു മസ്ബൂഖോ, അവന്റെ മസല ഇതല്ല. ഫൈനു അങ്ങനെയുള്ള മുവാഫിഖ്, അവൻ മുവാഫിഖാണ്. ഈ മുവാഫിഖ് ഫഇന്നഹു ഇദാ ലം യുതിമ്മൽ ഫാത്തിഹത, അയാൾ പിന്നെന്താക്കട്ടെ, അവിടെ നിന്ന് ഫാത്തിഹ ഓതാൻ വേണ്ടി അവിടെ 3 ഫർദ് വരെ പിന്തൽ ജായിസാണ്, അതിൽ തർക്കമില്ല. പക്ഷെ അയാൾ ഫാത്തിഹ പൂർത്തിയാക്കിയില്ല. എന്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇസ്തിഖാലിഹി ബിസുന്നത്തിൻ, തക്ബീർ കെട്ടിയോട്ടുള്ള ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഫാത്തിഹ തീർക്കാൻ സമയം കിട്ടിയിരുന്നു. പക്ഷേ ഇയാൾ ഫാത്തിഹ തുടങ്ങുന്നതിന് പകരം അയാൾ സുന്നത്തുമായി ഷോലായി. ഇഫ്തിതാഹിന്റെ ദുആ പോലെയുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ സക്കത്ത് ഇന്തിറാർ ചെയ്യുകയോ അതല്ലെങ്കിൽ വജ്ജത്ത് ഓതുകയോ അല്ലെങ്കിൽ അഊദ് ഓതുകയോ പോലെയുള്ള സുന്നത്തുമായി ഷോലായി. ഈ ഷോന ആകണമെങ്കിൽ സുന്നത്ത് വഇല്ലം യവന്ന ഇദ്റാക്കൽ ഫാത്തിഹത്തി മഅഹു, ഇമാമിന്റെ കൂടെ ഇങ്ങനെയുള്ളതുമായി ഷോലായാൽ ഫാത്തിഹ കിട്ടും എന്നുള്ള വന്നുണ്ടെങ്കിലേ സുന്നത്തുള്ളൂ. പക്ഷെ അങ്ങനെ വന്നൊന്നും ഇല്ലെങ്കിൽ പോലും ആള് സംഗതിയിൽ മുവാഫിഖാൻ എങ്കിൽ യകൂനു ഈ മുവാഫിഖായിരിക്കും. മുവാഫിഖാണ്, അയാള് നേരെ ഫാത്തിഹ ഓതുകയാണെങ്കിൽ മുഴുവൻ ഫാത്തിഹ ഓതി തീർക്കാൻ സമയം കിട്ടും. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, സുന്നത്തുമായിട്ട് ഷോല വജ്ജത്ത് ഓതി. അങ്ങനെ വന്നപ്പോ ഫാത്തിഹ പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമർക്ക് പോയി. എന്നാൽ യകൂനു ഈ മുവാഫിഖാവും കബത്തീൽ ഖിറാഅത്തി
ഊത്ത് പ്രകൃതിപരമായി പിന്തിയ ആളെപ്പോലെ ദീർഘമായ 3 ഫർള് വരെ പിന്താൻ അനുവദിക്കപ്പെടും. ഫിമാമറാന്നതാ 3 ദീർഘമായ ഫർള് വരെ പിന്തി നിൽക്കാൻ അനുവദിക്കപ്പെടും. അയാൾക്ക് റക്അത്ത് നഷ്ടപ്പെടൂല. ബിലാനിസൈൻ. ഈ മസ്ബൂഖിനെ പറ്റിയാണ് ഈ 3 അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. എന്നാൽ ഈ മുവാഫിഖിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അയാൾ തന്റെ മേൽ ഫർളായ ഫാത്തിഹ മുഴുവനാക്കി പൂർത്തിയാക്കി റുക്കുവും ഇഅ്തിദാലും ചെയ്ത് ഇമാമിന്റെ ബേക്കിൽ അങ്ങനെ വന്നാ മതി. ഫാത്തിഹ പൂർത്തിയാക്കല് ഇമാമ് 2ാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കുവിലേക്ക് പ്രവേശിച്ചാൽ മതി. അയാൾക്ക് ദീർഘമായ 3 ഫർള് വരെ പിന്താൻ അനുവാദമുണ്ട്. എന്താ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം? മുവാഫിഖ് യഥാർത്ഥത്തിൽ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ച് ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഇയാളുടെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം അയാളുടെ മേൽ ഫർളായ ഫാത്തിഹ അയാൾ തന്നെ ഓതുന്നുണ്ട്, ഇമാമ് ചുമക്കൂല. അതേ സമയത്ത് മസ്ബൂക്ക് അങ്ങനെയല്ല. മസ്ബൂക്ക് താൻ ഫാത്തിഹ നേരിട്ട് പ്രവേശിച്ചിരുന്നു എങ്കിൽ ബാക്കിയുള്ളത് ഇമാമ് ചുമക്കുമായിരുന്നു. ആ സ്ഥാനത്ത് സുന്നത്തുമായി ഷോലായിക്കൊണ്ട് തന്റെ ആനുകൂല്യം നഷ്ടപ്പെടുത്തിയതാണ്. മസ്ബൂക്കിന് കിട്ടേണ്ട ആനുകൂല്യം അയാൾ സ്വന്തം നഷ്ടപ്പെടുത്തിയതാണ്. അതേസമയത്ത് മുവാഫിഖിന് എന്തില്ല ഇങ്ങനെയുള്ള പ്രത്യേക ഒരു ആനുകൂല്യവും ഇല്ല. അയാൾ തന്നെ ഫാത്തിഹ ഓതണം. അപ്പൊ ഓതാൻ വേണ്ടിയിട്ട് പിന്തുമ്പം അയാൾക്ക് എഴുന്നേറ് വേണം. ആണോ? ബിലാനിസായി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഖിലാഫില്ലാതെ ആരൂലേ? എന്താ ഈ ആരൂരിന്? നേരത്തെ പറഞ്ഞ മസ്ബൂക്ക് പിന്തിയോർത്ത് സുന്നത്തുമായിട്ട് ഷോദായോർത്ത് പിന്തിയോർത്ത് വേണ്ടണ കലമ്പലി കണ്ടിലങ്ങള് 3 കൗലായിട്ട് ഷെയ്ഖാനിന്റെ ഒരു കൗലും ഷെയ്ഖുനെ മുഴത്തമതാക്കിയ 2ാം കൗലും ബോൾമൽ അസ്ബാബിനെ തൊട്ട് ഇക്കാത്ത് ചെയ്യപ്പെട്ട ഒരു 3ാം കൗലും ഒക്കെ ഇങ്ങനെയുള്ള തർക്കമില്ല. ബിലാനിസായി എന്ന് പറഞ്ഞാൽ ബിലാ ഖിലാഫിന് വാക്കൊക്കെ ഒന്ന് ഇടക്കൊന്ന് മാറ്റുന്നതാണേ. നിങ്ങൾ എപ്പോഴും ബിലാ ഖിലാഫിൻ എന്ന് പറയുമ്പോഴേ ആവർത്തന വിരസത വരണ്ടെന്നുള്ള ആൾക്ക് വാക്കൊന്ന് മാറ്റിയതാണ്. ബിലാ ദിനസായി എന്ന് പറഞ്ഞാൽ ബിലാ ഖിലാഫിൻ എന്ന് പറഞ്ഞ മായന തന്നെ. മനസ്സിലായില്ലേ? ഖിലാഫ് പറഞ്ഞാൽ എന്താന്ന് അറിയാൻ കേൾക്കുന്ന അതും നോക്കുക. ഖിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ ആലൂര് അറിയില്ല. എന്താ പിന്നെ ആലൂരിനെ അറിയാ പഠിച്ചോനെ? ഖിലാഫ് എന്ന് പറഞ്ഞാലേ കായ് അയച്ചാത്ത മരം എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. നമ്മളിപ്പോ ഒരു തെങ്ങ് തയ്യച്ച് ഒരു മാവ് തൈ വെച്ച് ഒരു ഇത്ര കൊല്ലം അതിന് വെള്ളവും വളമിയൊക്കെ കൊടുത്ത് പോറ്റിയാല് തെങ്ങുമല് തേങ്ങ ഉണ്ടാവും, മാവുമ്മല് മാങ്ങ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന സമയം ആയി അതിക്രമിച്ചിട്ടും കായില്ല. തെങ്ങുമ തേങ്ങ ഉണ്ടാണില്ല, മാവുമ്മല് മാങ്ങ ഉണ്ടാണില്ല. അപ്പുണ്ടാവുമല്ലോ നമുക്കൊരു നിരാശ. ഈ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന നിലക്കുള്ള കാലത്ത്, പ്രതീക്ഷിക്കപ്പെടുന്ന കാലത്ത് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാത്ത മരങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഖിലാഫ് എന്ന് ഭാഷയിൽ പറയുക. മനസ്സിലായി നിങ്ങൾക്ക്? അത് പിന്നീട് ഇസ്തിമാല് വന്നതാണ് തർക്കങ്ങൾക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക്. മനസ്സിലായില്ലേ? അത് പഠിച്ചല്ലോ ഖിലാഫിന്റെ മായന. അപ്പൊ ആ ഖിലാഫ് പറയുമ്പോ അത് ഖുർആന്റെ ഒരു ലഫ്ലാന്നൊന്നും മനസ്സിലാക്കണ്ട. ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഭിന്നത എന്ന് വരുന്ന പിന്നീടുള്ള ഒരു പ്രയോഗമാണ്. ശരിക്കും അതിന്റെ ലോത്ത് അസ്ല് മായന പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്ത് കായ്ഫലം നൽകാത്ത മരം എന്നാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ബിലാനിസായ. അല്ലാതെ നിങ്ങൾ അത് കണ്ടിട്ട് വേജാറാണ്ട. ബിലാ ഖിലാഫി എന്ന് പറഞ്ഞേക്ക് ബിലാനിസായ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെ. അഭിപ്രായ വ്യത്യാസം ഇല്ലേ ഫേസ്ബുക്ക് ആട്ടെ. ഇതൊക്കെ പിന്തിയ മസലേപ്പ പറഞ്ഞേ. 3 ഫർള് വരെ, ദീർഘമായ 3 ഫർള് വരെ പിന്താൻ പറ്റുന്ന ഉദുറുള്ളവരുണ്ട്. അല്ലാതെ ഇനിയിപ്പോൾ വിഷയത്തിലേക്ക് കിടക്കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ശരിക്കുള്ള മത്തിനിന്റെ ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ, കാരണം ഉദുറ് കൂടാതെ പൂർണമായ ഫീലിയായ 2 ഫർള് കൊണ്ട് ഇമാമിനെ വിട്ട് പിന്തുക. ഉദുറുണ്ടെങ്കിൽ ദീർഘമായ 3 ഫർളിനേക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്തുക, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ 2 ഫർള് കൊണ്ട്, ഉദുറില്ലാത്ത സാഹചര്യത്തിൽ 2 തുടർച്ചയായ ഫീലിയായ 2 ഫർള് കൊണ്ടും ഉദുറുള്ളോടത്ത് തുടർച്ചയായ ദീർഘമായ 3 ഫർള് കൊണ്ടും പിന്താതിരിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷർത്ത്.
ഇനി അതിന്റെ നേരെ മാറ്റം മുന്തുക. ഇമാമിനേക്കാൾ പിന്തുണ മസാല എതിരെ പറഞ്ഞ് ഇനി ഇമാമിനേക്കാൾ മുന്തുണ മസാല നോക്കുക. വസബുഖുഹു അൽ മൗമൂമി, മൗമൂമ് മുങ്കടക്കൽ, അലാ ഇമാമിൻ, ഇമാമിനേക്കാൾ മുന്നു പോവുക. ഇയാൾ എക്സ്പ്രസ് ആയിട്ട് പോവുക, മറ്റേ ആള് ലോക്കല്. ഇമാമ് ലോക്കലായിട്ട് അങ്ങനെ വരുമ്പോ മൗമൂമ് നല്ല എക്സ്പ്രസ് ആയിട്ട് അടിച്ചു വിട്ടിട്ട് ഇമാമിന്റെ മുന്നിൽ പോവുക. എങ്ങനെ? ആമിദൻ, അബദ്ധം പറ്റിപ്പോയതല്ല, അങ്ങനെ ഉണ്ട് ചിലപ്പോ, അങ്ങനെ സംഭവിച്ചു, അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചതൊന്നുമല്ല, മനഃപൂർവ്വം തന്നെ. ആലിമൻ അങ്ങനെ മുങ്കടക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മുങ്കടന്നു. എത്ര മുങ്കടന്നു? ബിതമാമി റുക്കിനൈനി ഫീലിയൈനി, ഫീലിയായ പൂർണമായ 2 ഫർളുകളെ കൊണ്ട് ഇമാമിനേക്കാൾ മുങ്കടന്നാലോ ആ മുങ്കടക്കൽ വൈലം യകൂന, ഈ തുടർച്ചയായ 2 ഫീലിയായ ഫർളുകൾ അല്ലെങ്കിലും, തൊവീലൈനി ദീർഘമായതല്ലെങ്കിലും, പിന്നെ എങ്ങനെ ഉണ്ടാകുക? ഒരു ദീർഘമായതും ഒരു ചുരുങ്ങിയതുമായ ഫർള്. ഉദാഹരണം, ഇമാമ് ഖിയാമിലാണ്, മൗമൂമ് റുക്കുവും കഴിഞ്ഞു, ഇത്തിദാലും കഴിഞ്ഞു. ഇമാമ് റുക്കുക്ക് വരുന്നതിന് മുമ്പ് ഇയാൾ എന്താക്കി? സുജൂദക്ക് കുനിഞ്ഞു. അപ്പൊ തുടർച്ചയായ ഒരു ദീർഘമായ ഫർളാവുന്ന റുക്കുവും ഒരു ചുരുങ്ങിയ ഫർളാവുന്ന ഇത്തിദാലും കൊണ്ട് ഇമാമിനേക്കാൾ മുങ്കടന്നു. ഇങ്ങനെ മുങ്കടക്കൽ മുബത്തിലുൻ, അത് നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പൂർണമായ 2 ഫീലിയായ ഫർളുകളെ കൊണ്ട് ഇമാമിനേക്കാൾ മുങ്കടക്കൽ നിസ്കാരം മുബത്തിലുല്ലി സ്വലാത്തി, നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. അവിടെ പിന്നെ ഉദ്റിന്റെ പ്രശ്നമില്ല. എന്തുകൊണ്ട്? ലിഫ്ശിൽ മുഖാലഫത്തി, ഇവിടെയുള്ള ഇമാമിനോടുള്ള വിയോജിപ്പ് വളരെ പ്രകടമാണ്, മോശമാണ്. കാരണം ഇമാമിന്റെ ബേക്ക് പോരേണ്ട ആള് മുന്തി എന്നല്ല, 2 ഫർള് കൊണ്ട് മുന്തി എന്ന് പറയുമ്പോൾ അത് പ്രകടമായ അന്തരമുണ്ട്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും. എന്നാൽ എങ്ങനെ ഇപ്പൊ ഈ മുന്തല് 2 രീതിയിൽ വരാം? അതിനാണ് ഉദാഹരണം പറയുന്നത്. വസൂറത്തു തഖദ്ദുമി ബിഹിമ, 2 ഫർള് കൊണ്ട് ഇമാമിനേക്കാൾ മുന്തുന്നതിന്റെ രൂപം 2 രീതിയിലുണ്ട്. ഒന്ന്, അയ്യർക്ക, മൗമൂമ് റുക്കുവിൽ പോകുന്നു, വയാത്തതില, റുക്കു കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് ഉയരുന്നു, സുമ്മ യഹ്വി ലിസ്സുജൂദി മസലൻ. ഒരു ഉദാഹരണം, ഇമാമ് ഇപ്പോഴും എന്താണ് ആ പറയുന്നത്? ഇയാള് സുജൂദിലേക്ക് കുമ്പിടാൻ തുടങ്ങുന്നു, അപ്പോഴും വല്ലിമാമു ഖായിമുൻ, ഇമാമ് നൃത്തത്തിലാണ് തന്നെ, ഇമാമ് റുക്കുക്ക് തന്നെ വന്നിട്ടില്ല. അപ്പൊ ഇമാമിന്റെ മുമ്പ് റുക്കുവും ഇഅ്തിദാലുമാവുന്ന 2 ഫർളുകളെ കൊണ്ട് ഇമാമിനേക്കാൾ മുന്തി. വലിമാമു ഖായിമുൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇനി രണ്ടാമത്തെ ഒരു രൂപമുണ്ട്. അങ്ങനെ കയ്യർക്ക, ഈ മൗമൂം റുക്കുവിൽ പോയി, ഖബലൽ ഇമാമി, ഇമാമ് നൃത്തത്തിലാണ്, ഇയാൾ റുക്കുവിൽ പോയി. ഫലമ്മാറാദൽ ഇമാമു യർക്ക, ഇമാം റുക്കുവിലേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോഴേക്ക് റഫ, ഇയാൾ റുക്കുവിൽ നിന്ന് ഉയർന്നു. അപ്പൊ റുക്കുവിൽ ഇമാമിന്റെ കൂടെ ഒരുമിച്ച് കൂടിയില്ല. പിന്നെ ഫലമ്മാറാദൽ ഇമാമു യർ അൻ, ഫലമ്മാ അറാദൽ ഇമാമു അൻ യർക റഫ, ഇയാൾ റുക്കുവിൽ നിന്ന് ഉയർന്നു. ഫലമ്മാ അറാദൽ ഇമാമു അൻ യർഫ, അവിടെ ഒരു തെറ്റില്ലേ ആലുലെ? അവിടെ തെറ്റുണ്ട്. ഫലമ്മാ അറാദൽ ഇമാമു അൻ യർഫ സജദ, അങ്ങനെ നിങ്ങളതിലുള്ളത്. ബർത്ത്ഡേ والإمام قائم أو أن يركع أو കഴിഞ്ഞിട്ട് فلما أراد الإمام أن يرفع سجد, കേട്ടോ, ഇറക്കല്ല ഇർഫാന്. ആ കാഫിന്റെ തല അടുപ്പ് കൊണ്ടുപോയി ചൂടാക്കുക. ചൂടാക്കിയിട്ട് നല്ല ചൂടാകുന്ന സമയത്ത് അതിങ്ങനെ വളച്ചാണ്ട് വളയും. അപ്പൊ അത് ഫായി കിട്ടും. മനസ്സിലല്ലേ? കാഫിന്റെ കാല് മുറിച്ചാൽ അതിന് വേറെ ഇരുമ്പ് മുടക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഉള്ള കാലോട് മടക്കിയാൽ മതി. അയർഫാന, ഇറക്കല്ല. ഇമാമ് റുക്കുവിൽ നിന്നിട്ട് ഇഅ്തിദാലിലേക്ക് ഉയരാൻ ഉദ്ദേശിച്ചപ്പോക്ക് മൗമൂമ സജദ സുജൂദിക്ക് പോയി. അപ്പോഴും തന്നെ ഫലം മെജ്മേമാഹു, ഈ മൗമൂമ ഇമാമിന്റെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടില്ലല്ലോ. ഫിൽ റുക്കുയി, റുക്കുവിലും ഒരുമിച്ച് കൂടിയില്ല. വലാ ഫിൽ ഇഅ്തിദാലി, ഇഅ്തിദാലിലും ഒരുമിച്ച് കൂടിയില്ല.
ഇതിപ്പോ രണ്ടാമത്തെ രൂപ അത് വല്ല മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞത് എങ്ങനെ സാധാരണഗതിയിൽ വരൂല. ഇമാമ് റുക്കൂ പോണതിന് മുമ്പ് ഇയാൾ റുക്കൂവും ചെയ്തു, എഴുത്തിദാലും ചെയ്തു, പിന്നെ സുജൂദിലേക്ക് കുനിഞ്ഞു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പ്രയാസം. അതിനെക്കാട്ടിലും എളുപ്പമാണ് എന്ത്, ഇയാൾ ആദ്യം റുക്കൂ ചെയ്തു, അപ്പൊ ഇമാമ നൃത്തത്തിലാണ്. ഇമാമ റുക്കൂക്ക് പോകാൻ ഒരുങ്ങിയിട്ടുള്ളൂ, അപ്പോക്ക് ഇയാൾ റുക്കൂന്ന് ഉയരല് കഴിഞ്ഞു. അങ്ങനെ ഇയാൾ എഴുത്തിദാൽ കഴിഞ്ഞ് ഇമാമ് എഴുത്തിദാലിലേക്ക് ഉയരാൻ ഉദ്ദേശപ്പോക്ക് ഇയാൾ എന്താക്കി സുജൂദക്ക് പോയി. അപ്പോഴും ഇമാമിന്റെ കൂടെ റുക്കൂവും സുജൂദും കിട്ടിയില്ല, രണ്ടും ഇമാമിന്റെ മുമ്പായിഞ്ഞ്. അപ്പോഴും രണ്ട് ഫർദ് കൊണ്ട് ഇമാമ മുന്നോടുക്കാൾ മുന്തുക എന്ന നിയമം വരും. അവിടെയും നിസ്കാരം ബാത്തിലാവും, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ. ഇതിപ്പോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിലാണ് ബാത്തിലാകുക. ഇനി അതേ സമയത്ത് വലോ സബക്ക, ഈ മൗമൂമ് മുൻകടന്നുപോയി, ബിഹിമ അങ്ങനെയുള്ള ഫീലിയായ രണ്ട് ഫർദ് കൊണ്ട് എങ്ങനെ മുൻകടന്നുപോയി? സഹുവൻ ഔ ജഹുലൻ, ഒരു പക്ഷേ സഹുവായിക്കൊണ്ടോ അതല്ലെങ്കിൽ ജഹിലൻ അറിയാതെയാണെങ്കിലോ ലമ്യദുറ, നിസ്കാരം ബാത്തിലാവൂല. ലമ്യദുറ ഒരലമ്പൂല്ല എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. ലമ്യദുറ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ മവറത്തില്ല. മുമ്പ് പറഞ്ഞ മവറത്ത് എന്താ? നിസ്കാരം ബാത്തിലാവൂന്ന്. ഇവിടെ ബാത്തിലാവൂല, അത്രേ അതിനർത്ഥമുള്ളൂ. ലമ്യദുറ എന്ന് പറഞ്ഞ അറിവില്ലാതെയാണ് പറ്റിയത്, അതല്ലെങ്കിൽ സെഹ്വ് സംഭവിച്ചു പോയതാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ ലാക്കിൻ ലായുഅത്തദ്ദുലഹു, ഈ മുൻകടന്ന മൗമൂനെ എണ്ണപ്പെടുകയില്ല. ബിഹിമ, ഈ രണ്ട് ഫർദുകളെയും അവന് എണ്ണപ്പെടുകയില്ല. അപ്പൊ പിന്നെ അവൻ എന്ത് വേണം? മടങ്ങി വരിക വേണ്ടത്. അപ്പൊ ഫൈദാലം യഉദ്, അയാൾ മടങ്ങി വന്നില്ല, അറിയാഞ്ഞാലേ അല്ലെങ്കിൽ ഓർമ്മ വന്നാലേ മടങ്ങുള്ളൂ. അങ്ങനെ മടങ്ങിയില്ല. എന്തിനു വേണ്ടി മടങ്ങിയില്ല? ലിൽ ഇത്തിയാനി ബിഹിമാ മഅൽ ഇമാമി, ഇമാമിന്റെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി മടങ്ങി വന്നിലാട്ടിക്ക. എങ്ങനെ മടങ്ങി വരാതെന്ന്? സൈവൻ അത് മറന്നുകൊണ്ട്, ഔ ജഹിലൻ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് മടങ്ങി വന്നില്ല. എന്നാൽ ആ റക്കാത്ത് എണ്ണപ്പെടൂല, അയാളുടെ റക്കാത്ത് പോകും, നിസ്കാരം ബാത്തിലാവൂലെങ്കിലും. കണ്ടോ, അത്താബാദ സലാമി ഇമാമിഹി റക്കാത്തിൻ, പിന്നെ ഇമാമ സലാം വീട്ടിന്റെ ശേഷം റക്കാത്ത് കൊണ്ടുവരണം. അപ്പോ മറന്നുകൊണ്ടോ അറിയാതെയോ സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല. പിന്നെ അയാൾ എന്താ വേണ്ടത്? അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് ഇമാമിന്റെ കൂടെ റുക്കൂ പോവുക, എന്നിട്ട് ഇമാമിന്റെ കൂടെ ഇത്തിദാല് പോവുക. അപ്പൊ ആദ്യം ചെയ്തത് ഇമാമ് ചുമക്കും. അതും ഇയാൾക്ക് അറിയില്ല, ഇയാൾക്ക് ഇത് തിരിച്ചു പോകണമെന്നും അറിയില്ല. അങ്ങനെ ഇമാമിന്റെ കൂടെ സുജൂദിലെത്തി. അപ്പൊ റുക്കൂവും കിട്ടിയിട്ടില്ല, ഇത്തിദാലും കിട്ടിയിട്ടില്ല, ഇമാമിന്റെ കൂടെ തിരിച്ചു പോയുമില്ല. എന്നാ പിന്നെ നിസ്കാരം ബാത്തിലാവില്ല. അറിയാതെ സംഭവിച്ചത് അല്ലെങ്കിൽ മറന്ന് സംഭവിച്ചതായത് കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും ആ റക്കാത്ത് നഷ്ടപ്പെടും. അപ്പൊ പിന്നെ ഇമാമ സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു റക്കാത്ത് നിസ്കരിച്ചു കൊള്ളണം. ഇല്ല, അങ്ങനെ ഉണ്ടായില്ലാന്ന് വെച്ചാ ഒരു റക്കാത്ത് നിസ്കരിക്കാനൊന്നും ഇയാൾക്ക് അറിയില്ല. ഒട്ടിക്കാളൂടെ അയാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു കാണ്ട് അയാൾ സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ദുആ കണ്ട് പോയും ചെയ്തു. എന്നാ പിന്നെ ആയാത സ്വലാത്ത എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാണ്. അപ്പൊ രണ്ടാമത് മടക്കി നിസ്കരിക്കണോ? മനസ്സിലായോ? അറിയാതെ ആയതുകൊണ്ട് കുഴപ്പമില്ലാന്നല്ല, അറിയാതെ ആണെങ്കിൽ ഒരു റക്അത്തോട് നിസ്കരിക്കണം. ആ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അപ്പൊ രണ്ടാമത് മടക്കി നിസ്കരിക്കണോ? ഇതിപ്പോ രണ്ട് ഫർദ് കൊണ്ട് മുന്തിനോർത്താ കിടക്ക്. ഇനി ഒന്നാണെങ്കിലോ വസബഖുഹു, ഈ മൗമൂമ് മുൻകടക്കൽ, അലൈഹി ഇമാമിനേക്കാൾ മുൻകടക്കുന്നു. എങ്ങനെ? ആമിദൻ, ബോധപൂർവം തന്നെ മുൻകടക്കുന്നു. ആലിമ മുൻകടക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മുൻകടക്കുന്നു. എത്ര? ബിതമാമി റുക്നിൻ ഫീലിയിൻ, ഫീലിയായ പൂർണ്ണമായ ഒരു ഫർദ് കൊണ്ട്. രണ്ട് ഫർദ് കൊണ്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടന്ന ബാത്തിലാവും. അല്ലെങ്കിലോ മടങ്ങി വരുന്നിട്ടില്ലെങ്കിൽ ആ റക്അത്ത് പോവും, പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കണം, ഇല്ലെങ്കിൽ ബാത്തിലാവും. ഇനി ഒരു പൂർണ്ണമായ ഫർദ് കൊണ്ട് മുന്തിയാലോ? ഇങ്ങനെ കോലം ഈ മൗമൂമ് റുക്കൂക്ക് പോയി, റുക്കൂവിന്റെ ഇത്തിദാലിലേക്ക് ഉയരുകയും ചെയ്തു. വൽ ഇമാമു ഖായിമുൻ, അപ്പോഴും ഇമാമ് നൃത്തത്തിന് ആ റുക്കൂക്ക് പോയിട്ടില്ല. അപ്പൊ ഈ റുക്കൂ ഒരു ഫർദ്, റുക്കൂ എന്ന് പറയുന്ന ഒരു ഫർദ് കൊണ്ട് ഇയാൾ പിന്തി, പിന്നെ ഇത്തിദാൽ ഇമാമിന്റെ കൂടെ കിട്ടുകയും ചെയ്തു. എന്നാൽ അങ്ങനെ മനഃപൂർവ്വം മുന്തൽ ഹറാമുൻ, കണ്ടോ, ഒരു പൂർണ്ണമായ ഫർദ് കൊണ്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇമാമിനേക്കാൾ മുൻകടക്കൽ ഹറാമാണ്, ബാത്തിലാവില്ലെങ്കിലും. രണ്ട് ഫർദ് കൊണ്ട് മുൻകടക്കൽ ബാത്തിലുമാവും ഹറാമാവും. ഹറാമ് എന്നല്ല, അത് വൻദോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? കബീറത്ത് കൂടിയാണ്. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട്
ഒരു ഫർദ് കൊണ്ട് ഇമാമിനേക്കാൾ മുങ്കടക്കുക എന്ന് പറയുന്നത് വൻദോഷങ്ങളിൽപ്പെട്ട കബീറത്താണ്. അതുകൊണ്ട് പക്ഷെ നിസ്കാരം ബാത്തിലാവൂല. ബിഖിലാഫി തഖല്ലുഫി ബിഹി, ഒരു ഫർദ് കൊണ്ട് പിന്തുന്നതിനെതിര്. ഈ ബിഹി എടുക്കാൻ ലമീർ മടക്കിയെന്ന് ബേജാറാണ്ടിട്ട് ആലൂര് ഈ ലമീർ മടക്കുമ്പോ നല്ല നോക്കിക്കോളി എടുക്കാൻ മടക്കണത്, അവിടെ പൊടുത്തം കിട്ടുക. ഇമാമിനേക്കാള് ഒരു ഫർദ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിയായ പൂർണ്ണമായ ഫർദ് കൊണ്ട് പിന്തുന്നതിനെതിര്. എതിര് എന്ന് പറഞ്ഞാൽ അത് ഹറാമില്ലാന്ന്, എന്നാ പിന്നെ നല്ല കാര്യം എന്നാണോ? അങ്ങനെയല്ല. ഫൈന്നഹു, അങ്ങനെ ഒരു ഫീലിയായ പൂർണ്ണമായ ഫർദ് കൊണ്ട് പിന്തൽ മക്രൂഹുൻ, അത് കറാഹത്താക്കപ്പെടും. അവിടെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തും. കമായെത്തി ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്തുകളെ പറ്റി ഇനി വരുന്നുണ്ട്, അവിടെ പറയത്. അപ്പോ മുന്തൽ ഒരു ഫർദ് കൊണ്ട് മുന്തൽ ഹറാമ്, രണ്ട് ഫർദ് കൊണ്ട് മുന്തൽ ഹറാമുമാണ്, നിസ്കാരം ബാത്തിലാവുന്നതുമാണ്. ഇനി ഒരു ഫർദ് കൊണ്ട് പിന്തലോ കറാഹത്താണ്. കറാഹത്തായാൽ ആ റുക്കുവിൽ ആ ഫർദിൽ ഇമാമിനേക്കാൾ പിന്തിയ ആ ഫർദിൽ ജമാഅത്തിന് കൂലി കിട്ടൂല. ഇനി ഒരു ഫർദ് കൊണ്ട് മുന്തൽ ഹറാമാന്ന് പറഞ്ഞല്ലോ, ഇനി അയാൾ എന്താ ചെയ്യേണ്ടത്? വമൻ, ഒരാള് തഖദ്ദമായ ആള് മുന്തി ബി റുക്നിൻ, ഒരു പൂർണ്ണമായ ഫർദ് കൊണ്ട് ഇമാമിനേക്കാൾ മുന്തിപ്പോയാൽ സുന്നലഹു, അയാൾക്ക് സുന്നത്താക്കപ്പെടും അൽ ഔദു, ഇമാമിന്റേക്ക് തന്നെ മടങ്ങി വരൽ. എന്തിനു വേണ്ടി? ലിവാഫിഖഹു, ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ മടങ്ങി വരെ. പുതാരം ഇമാം റുക്കൂ പോടതിന് മുമ്പ് ഒരാൾ റുക്കുവക്ക് പോയി, റുക്കൂൽ എത്തിയതിന് ശേഷമാണ് ഇമാം റുക്കൂ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞത്, മനഃപൂർവ്വം പോയത് തന്നെയാണ്. എന്നാൽ ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്യാൻ വേണ്ടിയിട്ട് നൃത്തത്തിലേക്ക് മടങ്ങി വരൽ സുന്നത്താണ്. ഇന്താമതാന, ഇമാമിനേക്കാൾ മുന്നിൽ പോയത് മനഃപൂർവ്വമാണെങ്കിൽ ഇമാമ് റുക്കുവക്ക് പോയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാളാണ് റുക്കുവ പോയി, എന്നാൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരൽ സുന്നത്താക്കപ്പെടും. ഇല്ല, മനഃപൂർവ്വം അല്ലാതെ പോയത്, ഇനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇയാളാണ് റുക്കുവക്ക് പോയതാണ്, പിന്നെയാണ് ഇമാം റുക്കുവ പോയിട്ടില്ല എന്നുള്ള സംഗതി മനസ്സിലാണ്. എന്നാൽ അയാള് തഹയ്യറ ബൈനൽ ഔദി വദ്ദവാമി, ഇമാമിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരികയോ അല്ലെങ്കിൽ ഇമാമിനെ റുക്കുവിൽ കാത്തു നിൽക്കുകയോ ചെയ്യുന്ന രണ്ടാലൊന്ന് ചെയ്യാം, രണ്ടും ജായിസാണ്. അവിടെ നിൽക്കുക എന്നറിയണതും പ്രത്യേകം സുന്നത്തില്ല, ഇമാമിന്റെ അടുത്തേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നതും പ്രത്യേകം സുന്നത്തില്ല. പിന്നെ രണ്ടും ജായിസാണ്. വേണമെങ്കിൽ ഇമാമിനോട് മുവാഫഖത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാ, അതല്ലെങ്കിൽ ഇമാമിനെ കാത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. അതെന്താ തമ്മിൽ വ്യത്യാസം? മനഃപൂർവ്വം പോയോടത്ത് ഇവന്റെ അടുക്കൽ ഒരു വീഴ്ച ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു നഖസ്, ഒരു വീഴ്ച ഉണ്ട്. ആ വീഴ്ച പരിഹരിക്കാൻ വേണ്ടി തിരിച്ചു വരൽ സുന്നത്താണ്. മനഃപൂർവ്വമല്ലാതെ പോയോടത്ത് ഇവന്റെ അടുക്കൽ വീഴ്ച ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ, അതുകൊണ്ട് തിരിച്ചു വരൽ പ്രത്യേകം സുന്നത്തില്ല താനും. മനസ്സിലായോ? ഇപ്പൊ മുന്തുന്നതിന്റെയും പിന്തുന്നതിന്റെയും ഒക്കെ കഥ. ഇനി ഒപ്പാപ്പായാലോ രണ്ടാളും കൂടി ഒന്നിച്ചായി, എന്നാ എന്താ മസാല? അതാ വമുഖാറനത്തുഹു, ഈ മഅ്മൂമ് ഇമാമിനോട് മുഖാറനത്ത് ചെയ്യൽ. ഐ മുഖാറനത്തുൽ മഅ്മൂമി അൽ ഇമാമ, മഅ്മൂമ് ഇമാമിന്റെ ഒപ്പം ചെയ്യൽ, ഒന്നിച്ചാകുക, രണ്ടാളും ഒന്നോ. ഫി അഫ്ആലിൻ, പ്രവൃത്തികളിൽ ഇമാമിന്റെ ഒപ്പം പോവുക. ഇമാം റുക്കൂ പോണതിന്റെ കൂട്ടത്തിൽ റുക്കൂ പോവുക, ഇമാം ഇത്ദാലിക്ക് വരുന്നതിന്റെ കൂട്ടത്തിൽ വരിക, സുജൂദിലേക്കും ഒക്കെ അങ്ങനെ തന്നെ ഒപ്പാപ്പം രണ്ടാളും കൂടി പോവല്. വകദ അഖ്വാലിൻ വൈരി തഹറുമിൻ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത ഫീല് പോലെ തന്നെ ഖൗലുകളും ഇമാമിന്റെ ഒപ്പം ചെയ്യൽ മക്രൂഹത്തുൻ, കറാഹത്താക്കപ്പെടുന്നതാണ്. ഇമാമ് തക്ബീർ കെട്ടിയതിന്റെ ശേഷം തക്ബീർ കെട്ടാൻ പാടുള്ളൂ, അതിനാ നിസ്കാരം തന്നെ സയ്യാവൂല. ബാക്കിയൊക്കെ ഇമാമിന്റെ ഒപ്പം, പ്രത്യേകം എതിറില്ലാത്ത സാഹചര്യത്തിൽ ഇമാമിന്റെ ഒപ്പം ഒന്നിച്ച് ഫാത്തിഹ ഓതുക, ഇമാമിന്റെ ഒപ്പം ഇമാമ് പോകുന്ന കൂട്ടത്തിൽ റുക്കൂ പോവുക, ഇമാമ് സുജൂദ് പോകുമ്പോൾ ഒന്നിച്ചു പോവുക, ഇങ്ങനെ ഒന്നിച്ച് പോവലും വരലും. അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെ ഒന്നിച്ച് അത്തഹിയ്യാത്ത് ഓതുക, ഇമാമിന്റെ കൂടെ ഒന്നിച്ച് ഒപ്പം ഫാത്തിഹ ഓതുക, ഇതൊക്കെ കറാഹത്താണ്. അപ്പൊ പിന്നെ എന്ത് വേണം? അല്പ പിന്തണം. അതിന് പറയുന്ന സുന്നത്ത് ഇങ്ങനെയൊക്കെയാണ്. ഏതുപോലെ കറാഹത്താണ്? കതഖല്ലുഫിൻ, പിന്തൽ കറാഹത്തായതുപോലെ,
അൻഹു ഇമാമിനെയും വിട്ട് പിന്തൽ കറാഹത്തായതുപോലെ ഏതുവരെ പിന്തുക ഇലാ ഫറാഖ് റുക്നിൻ ഒരു ഫലിയായ ഫർള് പൂർണ്ണമായി വിരമിക്കുന്നത് വരെ പിന്തൽ കറാഹത്തായതുപോലെ ഒപ്പം പോകലും കറാഹത്താവുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രവൃത്തിയിൽ നിന്നിട്ട് ഇമാമ് വിരമിക്കുന്നത് വരെ അതിലേക്ക് എത്താതെ പൂർണ്ണമായി പിന്തൽ കറാഹത്താണ്, മുന്തൽ ഹറാമുമാണ്. എന്നാൽ ഒപ്പത്തിനാവലോ അതും കറാഹത്ത്. അത്തഹിയാത്തും അങ്ങനെ തന്നെ, ഒപ്പത്തിനൊപ്പം അത്തഹിയാത്ത് വരലും കറാഹത്ത് തന്നെ. അത് ഫാത്തിഹക്ക് മാത്രമുള്ള മസാലയല്ലേ. അപ്പൊ പിന്നെ എന്താക്കുക, ഫാത്തിഹ കയ്യാൻ നിൽക്കേണ്ട പോലെ അത്തഹിയാത്ത് കയ്യാൻ നിന്നോളന്നില്ല. കയ്യാൻ നിൽക്കെങ്കിൽ അതന്നെയാണ് നല്ലത്. അത്തഹിയാത്ത് എന്ന് പറഞ്ഞത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ വരെയല്ലേ ഉള്ളൂ അത്തഹിയാത്ത്. ഇമാമ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് തുടങ്ങുമ്പോ ഇയാൾ അത്തഹിയാത്ത് തുടങ്ങുക. അതല്ലെങ്കിൽ എന്താക്കുക, ഇമാം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന ഒന്നാമത്തെ ഫസ്ല് കഴിഞ്ഞിട്ട് മൗമൂം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് ചൊല്ലുക. അപ്പൊ ഇമാമ് ഓരോ ഫസ്ലും കഴിയുന്നതിനനുസരിച്ച് ഇതിന്റെ ബേക്കിൽ മൗമൂമ് പോരുക. ഇതുപോലെ ഇമാമ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഇയാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അവിടെ മൗമൂം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിപ്പോ കേൾക്കണില്ല എന്നുള്ള മസലൊന്നും പറഞ്ഞിട്ടാരില്ല ആലൂരെ. നൂറിലും അസുഖങ്ങൾ ഫാത്തിഹ കേൾക്കുവോ? എന്താ ഈ ആലൂരിന് പഠിച്ചോനെ കേൾക്കണില്ലല്ലോ എന്ന് പറഞ്ഞാൽ നൂറിലും അസുഖം ഫാത്തിഹ കേൾക്കുവോ ആലൂരെ? സിരിയായ നിസ്കാരത്തിലും ഇമാമിന്റെ കൂടെ പോല് കറാത്ത് തന്നെയാണ് മനഃപൂർവ്വം. ഇമാമിന്റെ പിന്തി നിൽക്കൽ സുന്നത്ത് തന്നെയാണ്. അപ്പൊ അതിന് ഒന്നായിട്ട് പിന്തണ്ടേ, കുറച്ച് പിന്തിയാ മതി. ഒപ്പാപ്പ ആകാഞ്ഞാ മതി. ഒപ്പാപ്പ ആകലാണ് കറാത്ത്. എന്നാ പോരെ. നിങ്ങളിപ്പോ കേൾക്കണില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അതിനിപ്പോ അയാളിഞ്ഞ് സ്പീക്കർ വെച്ച് കണ്ടത്തയ്യാത്ത ഓതേണ്ടി വരുമൊന്നുമില്ല. ഫാത്തിഹ നൂറ് അസറിലൊക്കെ ഫാത്തിഹ ഓതുന്ന കോലത്തിൽ തന്നെയാണല്ലോ അത്തയ്യാത്തോതിന്. അപ്പൊ അല്പം പിന്തി നിൽക്കൽ ഏതായാലും സുന്നത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം മനഃപൂർവ്വം ചെയ്യൽ കറാത്താണ്. എന്നാൽ ഫാത്തിഹന്റെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഉടനെ റുക്കൂയിൽ പോകുമെന്നും ഇമാമിനെ ഇന്തിളാർ ചെയ്ത് നിന്നാൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും കണ്ടാൽ അവിടെ ഇമാമിന്റെ കൂടെ ഫാത്തിഹ ഓതിയിൽ കറാഹത്തില്ല. എന്നാൽ അത്തഹിയാത്ത് അങ്ങനെയല്ല. കാരണം എന്താ, ഫാത്തിഹ കഴിഞ്ഞ് റുക്കൂക്ക് പോയാൽ ഇമാമിനെ തൊട്ട് പിന്തുന്നൊരു പ്രശ്നം വരും നിസ്കാരത്തിലാണല്ലോ. അത്തഹിയാത്ത് കഴിഞ്ഞ് ഇമാമ് സലാം വീട്ടിയ മൗമൂമിന് ഒരു ചുക്കും വരാനില്ല. മൗമൂമിന് പിന്നെ ഓതാലോ. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ മൗമൂമ് സ്വതന്ത്രനല്ലേ. അപ്പൊ ഏതായാലും അല്പം പിന്തി വരൽ സുന്നത്താണ്. മനഃപൂർവ്വം ഒന്നിച്ചു പോകൽ കറാഹത്താണ്. ശരി. ഇമാമിനേക്കാൾ മുൻകടക്കലും കറാത്താണ്. ബിബിത്തിദാഇഹി ഒരു റുക്കിന്റെ തുടക്കം കൊണ്ട്, പൂർണ്ണമായിട്ടല്ല. പൂർണ്ണമായി ഒരു ഫർദ് കൊണ്ട് ഇമാമിനേക്കാൾ മുന്തൽ ഹറാമാണെന്ന് പറഞ്ഞു. ഇനി ഇബ്തിദാ കൊണ്ട് മുന്തൽ കറാത്താണ് എന്ന് പറഞ്ഞാൽ ഇമാമ് റുക്കൂയിലേക്ക് പോണതിന്റെ തൊട്ട് മുമ്പ് ഇയാൾ റുക്കൂയിൽ പോയി. ഇമാമും മൗമൂമും റുക്കൂയിൽ ഒരുമിച്ച് കൂടിയാണ്. അങ്ങനെ ഇമാമ് ഇത്തിദാലിലേക്ക് ഉയരുന്നതിന്റെ തൊട്ട് മുമ്പ് മൗമൂമ് ഇത്തിദാലിലേക്ക് ഉയരുന്നു. അങ്ങനെ ഇബ്തിദാ തുടക്കം കൊണ്ട് മുൻകടക്കലും കറാത്ത. ഇനി ഈ മൂന്നാലൊന്ന് മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ പറഞ്ഞത്? ഇമാമിന്റെ ഒപ്പത്തിനൊപ്പം ചെയ്തു, അതല്ലെങ്കിൽ ഇമാം ഒരു ഫർദിൽ നിന്നിട്ട് പൂർണ്ണമായി വിരമിക്കുന്നത് വരെ പിന്തി, അതല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ തുടക്കം ഇമാമിനേക്കാൾ മുൻകടന്നു. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മനഃപൂർവ്വം ചെയ്താൽ തഫൂതുഹു, ആ മനഃപൂർവ്വം ചെയ്ത മൗമൂമിന് നഷ്ടപ്പെടും ഫളീലത്തുൽ ജമാഅത്തി, ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 27 ദറജ അയാൾക്ക് നഷ്ടപ്പെടും. മൂന്നും ജമാഅത്ത് സംബന്ധമായ കറാഹത്താണ്. ഇമാമിന്റെ ഒപ്പത്തിനൊപ്പാകെ മനഃപൂർവ്വം നിറഞ്ഞതും ഇമാമിനെ തൊട്ട് പറ്റേ ഒരു ഫർദിൽ നിന്ന് വിരമിക്കുന്നത് വരെ മനഃപൂർവ്വം പിന്തുക നിറഞ്ഞതും ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുക നിറഞ്ഞതും ജമാഅത്തുമായി ബന്ധപ്പെട്ട കറാഹത്താണ്. അതുകൊണ്ട് മനഃപൂർവ്വം സംഭവിച്ചാൽ ജമാഅത്തിന്റെ മഹത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അടിവരയിട്ട് മനസ്സിലാക്കുക, ഇയാൾക്ക് തീരെ 27 കിട്ടൂല എന്നല്ല പറഞ്ഞത്.
ഏതിലാണോ ഈ കറാഹത്ത് സംഭവിച്ചത് എങ്കിൽ ആ കറാഹത്ത് സംഭവിച്ച ആ ഫർദിൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഇപ്പൊ ഉദാഹരണം റുക്കൂയിലാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഖിയാമ് 27 ഖിയാമും ഒറ്റ റുക്കൂയും അങ്ങനെ ഉണ്ടായ, റുക്കൂവിന് 27 ഇല്ല, അതിനൊന്ന്. ഖിയാമ് ഇമാമിന്റെ കൂടെ ഉണ്ട്, ജമാഅത്ത് ഉണ്ട്, അതിന് 27. സുജൂദുൽ ഇമാമിന്റെ ഒപ്പാണ്, അപ്പൊ അതിന് 27. ഇടയിലിരുത്തും ഒറ്റക്കാണ്, എന്നാ അതിനൊന്ന്. ഇങ്ങനെ കറാഹത്ത് വന്ന ഭാഗത്ത് 27 ദർജ എന്ന് പറയുന്ന ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. അപ്പൊ ഇഞ്ഞൊരു ഇഷ്കാല്, ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കും പോലെ ആയില്ലേ, അപ്പൊ അവന്റെ ജമാഅത്ത് ബാത്തിലാണെന്നല്ലേ അർത്ഥം വരികയെന്ന് അതിന് പറയുന്നു. ഫഹിയ, ഈ കറാഹത്ത് സംഭവിച്ച ഈ ജമാഅത്ത് ജമാഅത്തുൻ സഹീഹത്തുൻ, ഫഹിയ ജമാഅത്തുൻ, ജമാഅത്തൊക്കെ സഹീഹ് തന്നെ. കറാഹത്ത് സംഭവിച്ചു എങ്കിലും ജമാഅത്ത് സഹീഹ് തന്നെ. പിന്നെ ഓടുന്ന കാര്യം ലാക്കില്ല സവാബ അലൈഹ, ആ ജമാഅത്തിന്റെ 27 ദർജ എന്ന് പറഞ്ഞ കൂലി ഉണ്ടല്ലോ, അത് കിട്ടൂല. കറാഹത്ത് സംഭവിച്ചിടത്ത് ജമാഅത്ത് ബാത്തിലാവൊന്നുമില്ല, പക്ഷേ 27 ദർജ കിട്ടൂല. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല്, പിന്നെന്താ ഓടുള്ള കാര്യം കൂട്ടരെ? ജമാഅത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടലല്ലേ, കൂലി കിട്ടൂലെങ്കിൽ പിന്നെ ജമാഅത്ത് സഹിയാവും പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് അതുകൊണ്ട് ഗുണം ചെയ്യല്ല. ഫയസ്കുത്തു, ഇങ്ങനെ ജമാഅത്ത് സഹിയായാൽ കറാഹത്തോടു കൂടി ജമാഅത്ത് സഹിയായാൽ ഒഴിവായി കിട്ടും ഇസ്മു തർക്കിഹ, ജമാഅത്ത് ഉപേക്ഷിച്ചതിന്റെ കുറ്റത്തിന് ഒഴിവായി കിട്ടും. എങ്ങനെ? ഫർള് കിഫായി ആണെന്ന കൗലെടുത്ത് അല്ലെങ്കിൽ ഫർള് ഐനാണെന്ന കൗലെടുത്ത് ആ ഉജൂബാണല്ലോ, ഒഴിവാക്കിയ കുറ്റം കിട്ടുമല്ലോ, ആ കുറ്റത്തിന് ഒഴിവായി കിട്ടും. ഔ കറാഹത്തഹു, അല്ലെങ്കിൽ ജമാഅത്ത് മുഅക്കദായ സുന്നത്താണെന്നുള്ള കൗലെടുത്താൽ ജമാഅത്ത് ഒഴിവാക്കൽ കറാഹത്താണ്, ആ കറാഹത്ത് ഒഴിവായി കിട്ടും. അതൊരു കാര്യമാണ്. തൊലബ് വിടും നഷ്ടം. ജമാഅത്തായി നിസ്കരിക്കണം എന്ന തൊലബ് ഫർളായ തൊലബാണെങ്കിൽ ആ തൊലബ് വിടും, സുന്നത്തായ തൊലബാണെങ്കിൽ ആ തൊലബ് വിടും. പക്ഷെ സവാബ് കിട്ടാൻ കറാഹത്ത് വന്നതുകൊണ്ട് സാധ്യല്ല. അപ്പോ ഫഖൗലു ജമ്മിൻ, ഏതാനും ചില ഇമാമിയങ്ങളുടെ അഭിപ്രായം. എന്താ അഭിപ്രായം? ഇന്തിഫാഉൽ ഫളീലത്തി, ജമാഅത്തിന്റെ 27 ദർജ ലഭിക്കാതെ പോവുക എന്നത് യൽസമുഹു, ആ ഫളീലത്തിന്റെ ഇന്തിഫാ അനിവാര്യമാക്കും. അൽ ഖുറൂജ അനിൽ മുതാബഅത്തി, ജമാഅത്തിൽ നിന്നിട്ട് പുറത്തു പോകലിന് അനിവാര്യമാക്കും. അഥവാ ഹത്താ യസീറ കൽ മുൻഫരിദി, അവൻ ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ പോലെ ആയിത്തീരും. അതുകൊണ്ട് തന്നെ ജുമയാണെങ്കിൽ വലാ തസ്ഹു ലഹുൽ ജുമുഅത്തു, അവന്റെ ജുമ സഹിയാവില്ല എന്നൊക്കെ ഒരു കൂട്ടം ഇമാമിങ്ങൾ പറഞ്ഞ ഖൗലാകുന്നത് വഹ്മുൻ, അത് തെറ്റിദ്ധാരണയാണ്, അത് ശരിയല്ല. ജമാഅത്ത് സഹി തന്നെ, ജമാഅത്തിന്റെ തൊലബ് വീടും, പക്ഷേ ഫളീലത്ത് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയല്ല, കമാ ബയ്യനഹു സർക്കശിയോ വൈറുഹു, ഇമാം സർക്കശിയും മറ്റും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? ഇങ്ങനെ ജമാഅത്തിന്റെ ഫളീലത്ത് പോയാൽ ഒറ്റപ്പെടുമെന്നും അതുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ പോലെ ആകുമെന്നും ജുമയാണെങ്കിൽ സഹിയായില്ല എന്നും പറഞ്ഞത് വഹ്മാണ് എന്ന് പറഞ്ഞതിനെ ഇമാം സർക്കശിയും മറ്റും ബയാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല, വഹ്മാണ്. മറിച്ച് ജമാഅത്ത് സഹിയാകും, അതുകൊണ്ട് ജുമാ സഹിയാകും. ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂലെങ്കിലും ഫർള് വീടും, അതല്ലെങ്കിൽ തൊലബ് വീടും. ഇപ്പോ മനഃപൂർവ്വം കറാഹത്താവുന്ന ഈ മൂന്നാലൊരു സംഗതി സംഭവിച്ച ജമാഅത്തിന്റെ കൂലി പോകുന്നു പറഞ്ഞല്ലോ. വേജിരീതാരിക്ക, ഈ പറയുന്ന കാര്യം അഥവാ ജമാഅത്ത് സഹിയാകലോടുകൂടി ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ കാര്യം മസ്അല നടക്കും. ഫീ കുല്ലി മക്രൂഹിൻ മിൻ ഹൈസുൽ ജമാഅത്തു, ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന എല്ലാ കറാഹത്തിലും ഇതാണ് നിയമം. ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രം വരുന്നതും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ വരാത്തതുമായ കറാഹത്തുകൾക്കാണ് എന്ത് പറയുന്നത്? ജമാഅത്ത് സംബന്ധമായ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജമാഅത്ത് സംബന്ധമായ ഏത് കറാഹത്ത് സംഭവിച്ചാലും ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും, എന്നാൽ ജമാഅത്ത് സഹിയാവുകയും ചെയ്യും. ആട്ടെ, പോന്നാ കുറച്ച് പോരാൻ എന്താണ് വിഷയം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതും ആണ്. ഏതായാലും നാളെ വ്യാഴാഴ്ച ആളെ ഒത്തുണ്ടാവില്ലല്ലോ,
അപ്പൊ അതാണ് ഓതി തീർക്കുക ആരൂര്. കുറച്ച് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, പക്ഷെ പ്രയാസമില്ല, കെട്ടിക്കൊടുക്കില്ല, വേഗം മനസ്സിലാകുന്ന ഭാഗമാണ്. അതുകൊണ്ട് പറയാം, അത് ഇതിന്റെ ബാക്കി ഭാഗം തന്നെ. അല്ലാതെ ഇനിയിപ്പോ നമ്മൾ ശനിയാഴ്ച റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടങ്ങുന്നതിന് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാതല്ലേ. ഇനി ഫസുന്നത്തുലിൽ മൗമൂമി, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇമാമിന്റെ ഒരു ഫർദിൽ നിന്നിട്ട് വിരമിക്കുന്നത് വരെ പിന്താനും പാടില്ല, ഇമാമിന്റെ ഒപ്പാകാനും പാടില്ല, ഇമാമിനേക്കാൾ മുൻകടക്കാനും പാടില്ല അറിഞ്ഞു. പിന്നെ അയാൾ എന്താ വേണ്ടത്? ഫസുന്നത്തുലിൽ മൗമൂമി, മൗമൂമിനെ സംബന്ധിച്ച് സുന്നത്ത് മൗമൂമിന്റെ ഓരോ പ്രവൃത്തിയുടെയും തുടക്കം പിന്തലാണ്. അൻഇബ്തിദാഇ ഫീലിൽ ഇമാമി, ഇമാമിന്റെ പ്രവൃത്തിയുടെ തുടക്കത്തെ തൊട്ട് പിന്തുക എന്ന് പറഞ്ഞാൽ ഇമാമ് തുടങ്ങിയതിന്റെ ശേഷം മൗമൂമ് പിന്നീട് തുടങ്ങുക, അതാണ് സുന്നത്ത്. എന്നാലോ യതഖദ്ദമ, ഈ ഇമാമിന്റെ പ്രവൃത്തി തുടങ്ങൽ മുൻകടക്കണം, അലാ ഫറാഹിഹി, ഇമാമ് വിരമിക്കുന്നതിനേക്കാളും മിൻഹു, ആ പ്രവൃത്തിയിൽ നിന്നും. അപ്പൊ ഒരു പ്രവൃത്തിയിലേക്ക് ഇമാമ് തുടങ്ങിയതിന് ശേഷം തുടങ്ങുക, ഇമാം അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഇവൻ അതിലെത്തുകയും ചെയ്യണം, അപ്പോഴേ സുന്നത്ത് കിട്ടുള്ളൂ. എന്നാൽ വല്ലക്കുമൊരു മിൻഹാദ, ഇതിനേക്കാളും ഏറ്റവും സുന്ദരമായ രീതി, ഏറ്റവും സുന്നത്തായ രീതി മൗമൂമിന്റെ പ്രവൃത്തിയുടെ തുടക്കം പിന്തലാണ്. അൻജമീ ഹറക്കത്തിൽ ഇമാമി, ഇമാമിന്റെ മുഴുവൻ അനക്കത്തെയും വിട്ട് പിന്തുക. അതായത് വലാ യസ്റഉ, മൗമൂമ് തുടങ്ങരുത്, ഹത്താ യസുലൽ ഇമാമു, ഇമാം എത്തുന്നത് വരെ തുടങ്ങരുത്. എവിടേക്ക് എത്തുന്നത് വരെ? ലിഹഖീഖത്തിൽ മുന്തഖിലയിലെ, ഇമാം എങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഇമാം എത്തുന്നത് വരെ മൗമൂമ് തുടങ്ങാതിരിക്കുക. ഞാൻ എന്റെ ഉദാഹരണം പറയാ. അതായത് ഫലാ യഹ്വി ലിറുക്കൂഇ, മൗമൂമ് റുക്കൂഇന് വേണ്ടി കുനിയാൻ പാടില്ല എന്നല്ല സുന്നത്താ പറയുന്നത് കേട്ടോ. മൗമൂമ് റുക്കൂഇന് വേണ്ടി കുനിയാൻ പാടില്ല. വസ്സുജൂദി, സുജൂദിന് വേണ്ടിയും കുനിയാൻ പാടില്ല. ഏതുവരെ പാടില്ല? ഹത്താ യസ്തവിയൽ ഇമാമു റാക്കിൻ, ഇമാമ് ശരിയായ നിലക്ക് റുക്കൂയിൽ എത്തുന്നത് വരെ. അപ്പൊ ഇമാമ് ശരിക്ക് റുക്കൂയിൽ എത്തിയതിനു ശേഷം മൗമൂമ് റുക്കൂവിന് വേണ്ടി കുനിയാൻ തുടങ്ങുക. സുജൂദുക്കാവുമ്പോഴോ ഔതസില ജബഹത്തുഹു, ഇമാമിന്റെ നെറ്റിത്തടം എത്തുന്നത് വരെ മസ്ജിദി, സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത്, പള്ളിയിലല്ല, മസ്ജിദ് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. അതായത് ഇമാമിന്റെ നെറ്റിത്തടം നിലത്ത് വെക്കുന്നത് വരെ ഈ സുജൂദിന് വേണ്ടി കുനിയാതിരിക്കുക. ഇതാണ് ഇപ്പം പൂർണ്ണമായ രൂപം. ഇപ്പോ തക്ബീറത്തുൽ ഇഹ്റാമില് അല്ലാത്ത ഖൗലുകളിലും ഫീലുകളിലും ഒന്നിച്ചാലാണ് ഖറാഅത്ത് പറഞ്ഞാൽ അതിന്റെ മാറ്റം. വലൗ ഖാറനഹു, ഇമാമിന്റെ ഒപ്പം വന്നുപോയി, ബിത്തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിന്, ഒപ്പം ഇമാമിന്റെ ഒപ്പാടായിപ്പോയി തക്ബീറത്തുൽ ഇഹ്റാം. അതല്ലെങ്കിൽ ഔ തബയ്യന, മൗമൂമിന് ബോധ്യപ്പെട്ടു, തഅഖുറ തഹറുമിൽ ഇമാമി, തന്റെ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം തന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാളും പിന്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ഇമാമിനേക്കാൾ മുന്തിന്ന്. ഒന്നിരിക്കൽ ഇമാമിന്റെ കൂടെ ഒപ്പം ചൊല്ലി, അല്ലെങ്കിൽ ഇമാമിനേക്കാൾ അല്പം മുൻകടന്നു എന്ന് വന്നാൽ ലം തനഖിദു സ്വലാത്തുഹു, നിസ്കാരം തന്നെ കെട്ടുവിടൂല. അതിന്റെ പടച്ചവന് എന്താണ് ആരും നിങ്ങൾക്ക് ഈ പറയണ ഒന്നും മനസ്സിലാകാത്ത എന്താ? ഔതസില ജബഹത്തു ഇലൽ മസ്ജിദ്, സുജൂദുക്ക് പോണോടത്തെ രണ്ട് മസല ഒപ്പല്ലേ പറഞ്ഞു പോരുന്നത്? എന്താണ് ഈ കാട്ടുന്നത്? ഒന്ന് വേഗം പോണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിലൊന്നും നടക്കൂലല്ലോ. ജബഹത്ത് പറഞ്ഞാ പിന്നെ യസിലെ വായിക്കുക അതോ തസിലെ വായിക്കുക? ജബഹത്തിനല്ലേ ഫായില് തസിലിന്റെ, പിന്നെ മുന്നസായിട്ടല്ലേ ഉപയോഗിക്കുക. ഇമാമിന്റെ ഒന്നിച്ച് തക്ബീറത്തുൽ ഇഹ്റാമായി എന്നോ, അല്ലെങ്കിൽ ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ തന്റെ തക്ബീറത്തുൽ ഇഹ്റാം അല്പം മുൻകടന്നു എന്നോ ബോധ്യപ്പെട്ടാൽ ഈ മൗമൂമിന്റെ നിസ്കാരം തന്നെ സഹിയാവുകയില്ല. ഉണ്ടെങ്കിൽ മജാസിയ മുഹന്നസാണ്, ഇയാൾ ഉണ്ടായാലും കാഫറായി പോകുന്നില്ല. മജാസിയ മുഹന്നസിന് ഫായിലായിട്ട് വരുമ്പോ മുഹന്നസാക്കൽ സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. എന്താണ് നിങ്ങൾ എന്നോടെ ഈ ആളുടെ തുക്കറാകാൻ നിൽക്കണ്ടട്ടാ. ഞാനത് വായിച്ച് ഇപ്പൊ 2-3 വരിയുണ്ട്, അത് തീർക്കാന്ന് വെച്ചതിന്റെ ഇടയ്ക്ക് നിങ്ങളെ താവും യാവും 2000 പറ്റോടെ. മജാസിയായ മുഹന്നസായിനോർത്ത് ഫായില് മജാസിയായ മുഹന്നസായി വന്നാൽ അവിടെ ലമീറൊന്നും അല്ലല്ലോ, അവിടെ മുഹന്നസാക്കിയിട്ടും വായിക്കാം, മുതക്കറാക്കിയിട്ടും വായിക്കാം, 2000 ജാതിന്ന് പുറത്തു പോകുന്നില്ല. ഇനി
ഇനി നാളെ എപ്പോഴും നമ്മൾ പലരും സംശയം ചോദിക്കുന്ന ചോദ്യം അതിന്റെ മറുപടിയാ പറയുന്നത്. വലാ ബഅസ, കുഴപ്പമില്ല, ഈ മഅ്മൂം നിസ്കാരത്തിന് കുഴപ്പമില്ല, ബി ഇആദത്തിഹി, മഅ്മൂം മടക്കി ചൊല്ലൽ കൊണ്ട് അത്തക്ബീറ, തക്ബീറത്തുൽ ഇഹ്റാമിനെ സിറൻ, മഅ്മൂമിങ്ങൾ കേൾക്കാത്ത നിലക്ക് പതുക്കെ ചൊല്ലുന്നു. എങ്ങനെ? ബിനിയ്യത്തിൻ സാനിയത്തിൻ, ഒട്ടുകളി രണ്ടാമത് നിയ്യത്ത് ചെയ്ത് ഇമാമ് മെല്ലെ ഒരു തക്ബീർ ചൊല്ലി. എന്നാൽ അതുകൊണ്ട് മഅ്മൂമിങ്ങളുടെ നിസ്കാരത്തിന് കുഴപ്പമില്ല. ഇല്ലം യശ്ഉറൂ, കണ്ടോ, ഇമാമ് രണ്ടാമത് നിയ്യത്ത് ചെയ്ത് രണ്ടാമത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി എന്ന കാര്യം മഅ്മൂമിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ മഅ്മൂമിങ്ങളുടെ നിസ്കാരത്തിന് കുഴപ്പമില്ല. അതെന്തിനപ്പോ അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ പറയാൻ കാരണം ഇമാമിന്റെ തക്ബീറത്തിനേക്കാൾ മഅ്മൂമിന്റെ തക്ബീറത്ത് മുൻകടന്നാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞു, സഹിയാവൂല. ഇവിടെ ആ കോലം വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഉറക്കെ ഇമാം അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി, തക്ബീർ ചൊല്ലിയപ്പോ മഅ്മൂമിങ്ങളൊക്കെ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി. അതിന്റെ ഇടക്ക് ഇമാമിന് സംശയം വന്നു, തന്റെ നിയ്യത്തിന് എന്തോ തകരാറ് പറ്റിയ ശരിയായിട്ടില്ല. അങ്ങനെ രണ്ടാമത് ഇയാൾ നിയ്യത്ത് ശരിയാക്കി അല്ലാഹു അക്ബർ ചൊല്ലി. ഈ അല്ലാഹു അക്ബർ ചൊല്ലി സിറായിട്ടാ ചൊല്ലിയ, എന്തിനാ മഅ്മൂമിങ്ങൾക്ക് കേട്ട് കൺഫ്യൂഷൻ ആണ്ടാന്നുള്ളക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്തുണ്ട്? മഅ്മൂമിങ്ങളുടെ തക്ബീറത്ത് ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ മുൻകടന്നാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ? നേരത്തെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ ഇമാമ് നിസ്കാരത്തിൽ പ്രവേശിച്ചു എന്ന് വാഹിർ തോന്നി, അതനുസരിച്ചാണ് മഅ്മൂമിങ്ങൾ തക്ബീർ ചൊല്ലിയത്. ഇനി അതിനെതിരെ ഇയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, കാരണം ഇയാൾ പതുക്കെയാണ് തക്ബീർ ചൊല്ലിയത് നിയ്യത്ത് ചെയ്തതും, അതുകൊണ്ട് മഅ്മൂമിങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോ നിസ്കാരത്തിന് കുഴപ്പമില്ല. മനസ്സിലായോ? ഇനി വലാബിൽ മുഖാറനത്തി വിസ്സലാമി, ഇമാമിന്റെ ഒപ്പം സലാം വീട്ടുന്നത് കൊണ്ടും എന്തില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല ഈ പറയുന്ന നിസ്കാരം ബാത്തിലാകുന്ന പ്രശ്നങ്ങളൊന്നും വരൂല. സലാമില് തന്നെയല്ല, അവിടെ കറാത്തും വരൂല. പക്ഷെ എന്നാലും അഫ്ളലായ രൂപം ഇമാമിൽ സലാം വീട്ടിയതിനു ശേഷമാണ് മാത്രം. ഇനി ഇത് രണ്ടും അല്ലാത്ത തക്ബീറത്തുൽ ഇഹ്റാമും സലാമും അല്ലാത്ത ബാക്കി ഖൗലികളെ പറ്റി പറയുന്നത്, വഇൻ സബഖഹു ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹ കൊണ്ട് ഇമാമിനെ കാട്ടിലും ഒരാൾ മുൻകടന്നു, അത് മറ്റൊരു ഖൗല. അവിത്തശഹുദി, അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് കൊണ്ട് ഇമാമിനേക്കാൾ മുൻകടന്നു. അതെങ്ങനെ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ ബിഅംഫറഹ, ഈ മഅ്മൂമ് വിരമിച്ചു, മിൻ അഹദിഹിമ, ഫാത്തിഹയിൽ നിന്നോ അത്തഹിയ്യാത്തിൽ നിന്നോ വിരമിച്ചു, ഖബ്ല ശുറൂഇൽ ഇമാമി ഫീഹി, ഇമാമ് ആ ഫാത്തിഹയിൽ അതല്ലെങ്കിൽ ആ അത്തഹിയ്യാത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മഅ്മൂമ് ഓതി തീർത്തു. ഇയാള് അല്ലാഹു അക്ബർ തക്ബീറാണ് കെട്ടിയാടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വലല്ലാഹീൻ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഇമാമ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുന്നത്, കാരണം അയാൾ വജ്ജത്ത് കോതിക്കാണ്ടേ. എന്നാൽ ലം യദുറാന, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ലം യദുറാന ഒരു കുഴപ്പമില്ല എന്നല്ല, അതുകൊണ്ട് നിസ്കാരം ബാത്തില. അപ്പൊ ഒരു ഫീലിയായ ഫർദ് കൊണ്ട് മുൻകടക്കുന്നത് പോലെ ഹറാമ് വരൂല, ഒരു ഖൗലിയായ ഫർദ് കൊണ്ട് മുൻകടക്കല്. എന്നാലും അത് നല്ലതല്ല, കറാത്ത. വക്കീല ലം യദുറ എന്ന് പറഞ്ഞാൽ അത് സഹിയാവും, അതുകൊണ്ട് ഹറാമൊന്നും വരൂല. കീലുണ്ട് തെജിബുൽ ഇആദത്തു, മടക്കൽ വുജൂബ് തന്നെയാവും, അത് എണ്ണപ്പെടൂല, നിസ്കാരം ബാത്തിലാവൂല. എന്നാലും ഈ ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയാൽ രണ്ടാമത് മടക്കി ഓതണം, അല്ലെങ്കിൽ ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് അത്തഹിയ്യാത്ത് പൂർത്തിയാക്കിയാൽ രണ്ടാമത് മടക്കി ഓതണം. എപ്പം മായ ഫെയിലിൽ ഇമാം, ഒന്നിരിക്കൽ ഇമാമിന്റെ കൂടെ ഔബാദ് തുടങ്ങിയ ശേഷം രണ്ടാലൊന്ന് മടക്കി ഓതൽ വുജൂബാണെന്നൊരു കീലുണ്ട്. രണ്ടായാലും വഹുവൂല, ശേഷമാവലാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഇമാമിനേക്കാൾ പിന്തി വരലാണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ രണ്ടാമത് മടക്കി ചെയ്യണം എന്ന് പറഞ്ഞൊരു കൗലുണ്ട്, വുജൂബാണെന്ന്. ആ കൗല് എടുത്തിട്ടില്ലെങ്കിൽ പോലും മടക്കൽ സുന്നത്തുണ്ട്. ഖിലാഫി, സംഗതി സഹിയാവും. ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളെ ഫാത്തിഹ തീർത്തുപോയി, എന്നാൽ സഹിയാവുമെങ്കിൽ പോലും വുജൂബാണെന്നുള്ള കൗലിനെ പരിഗണിച്ചുകൊണ്ട് ഇമാമിന്റെ തൊട്ട് പുറകിലോ ഇനി കൂടാതെ കഴിയില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ എങ്കിലുമോ രണ്ടാമത് മടക്കണം, ഈ കൗലിനെ മുറാത്ത് ചെയ്യണം. അപ്പൊ വേറൊരു കൗലുണ്ടല്ലോ, ഫർളിനെ തക്രാറാക്കാൻ പാടില്ല എന്നുള്ളത്. ഫാത്തിഹ ഒരിക്കോലി പിന്നോതിയാല് തക്രാർ വന്നല്ലോ. ആ കൗലിനേക്കാൾ ദലീൽ കൊണ്ട് ശക്തി ഈ കൗലിനാണ്. അതുകൊണ്ട് അവിടെ തക്രാറാക്കാൻ പാടില്ല എന്നുള്ള കൗലിനെ മുറാത്ത് ചെയ്യാതെ
എന്തിന്? ഇമാമിന്റെ മുന്നിലായാൽ എണ്ണപ്പെടൂല, പിന്നെ വേണം എന്ന് പറഞ്ഞ കൗലിനെ മുറാത്തി ചെയ്ത്. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട്, പൂർണ്ണമായും കഴിഞ്ഞിട്ട് മഅ്മൂമ് ഫാത്തിഹ ഓതലാണ് സുന്നത്ത്. ഇനി അല്പം ബിന്ദിയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആരൂരിന്റെ നേരത്തെ ഇഷ്കാലി വലോഫി ഊരയെത്തിയണ്ടോ ളുഹ്ർ അസ്ർ പോലെയുള്ള പതുക്കോതുന്ന നമസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തുകളിലാണെങ്കിലും ഇമാമ് ഫാത്തിഹ ഓതി കഴിയുന്നത് വരെ പിന്തിക്കൽ സുന്നത്തുണ്ട്. പക്ഷെ എപ്പോൾ വന്ന കഴിയുന്നത് വരെ പിന്തിക്കൽ സുന്നത്തുണ്ടാണെങ്കിൽ ഈ മഅ്മൂമിന് വന്ന് കിട്ടിയാലാണ് അന്നഹു യഖ്റഉ സൂറത്ത, ഇമാമ് സൂറത്ത് ഓതും എന്ന് വന്നുണ്ടെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതി കഴിയുന്നത് വരെ പിന്തിക്കൽ സുന്നത്താണ്. ഇല്ലെങ്കിലോ ആളല്ലില്ലാത്തടത്ത് കഴിയുന്നത് വരെ പിന്തിക്കണ്ട, അല്പം പിന്നിൽ പോരുക. ഇനി തീരെ പിന്തിക്കാൻ കഴിയില്ല എന്ന് കണ്ടാലോ ഒപ്പം ഓതുകയും ചെയ്യാം. വലവരിമ, ഒരു മഅ്മൂമിന് അറിയാം അന്ന ഇമാമഹു, തന്റെ ഇമാമ് യഖ്തസിറു അൽ ഫാത്തിഹത്തി, ഫാത്തിഹ മാത്രമേ ഓതുകയുള്ളൂ, ഫാത്തിഹന്റെ മേൽ ചുരുക്കും എന്ന് ബോധ്യമുണ്ടെങ്കിൽ ലസിമഹു, ആ മഅ്മൂമിന് നിർബന്ധമാണ് അയ്യഖറഅഹ, ഫാത്തിഹ ഓതൽ മാ ഖിറാഅത്തിൽ ഇമാമി, ഇമാമിന്റെ കൂട്ടത്തിൽ തന്നെ. കാരണം ഇമാം ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ റുക്കൂ പോവും, സൂറത്ത് ഓതൂലെന്ന് അറിയാം അവന്. എങ്കിൽ പിന്നെ അവിടെ കാത്തിക്കണ്ട, ഇമാമിന്റെ കൂടെ തന്നെ ഓതാം. കുറച്ചൊന്ന് സ്പീഡ് പോരാഞ്ഞാൽ അവിടെ എത്തൂല എന്നുള്ള എനിക്കാണ് എന്താക്കിയത് എന്നാണ് സ്പീഡിൽ വിട്ട് ആരൂരെ. ഇനി വേറെ ഇനി കുറച്ച് സമയം നീണ്ടാലും ഇന്നിപ്പോ ബുധനാഴ്ചയൊക്കെയാണല്ലോ. ബുധനാഴ്ച ആകുമ്പോ ഇനി നമ്മൾ നാളെയും മറ്റന്നാളും ദർശനമുണ്ടാവില്ല, ഇനി ശനിയാഴ്ച വരിക. അപ്പോ ഒരു വഖഫിന്റെ ഇടക്ക് ഭൗതികൽ വെച്ച് നിർത്തണ്ടെന്നുള്ള ആൾക്ക് അങ്ങോട്ട് പൂർത്തിയാക്കിയതാണ്. 1/4 മണിക്കൂർ അധികം പോയിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇനി മനസ്സിലാകാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചോളിട്ടോ. ആരൂരെ ഞാൻ കുറച്ച് സ്പീഡ് പോന്നപ്പോഴേ ആർക്കെങ്കിലും മനസ്സിലാകാൻ ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കാവുന്നതാണ്. മൈക്ക് വിട്ടു.